നമസ്തേ. സർക്കാർ വിളിച്ചു ചേർത്ത ആഗോള അയ്യപ്പ സംഗമം അടുത്ത മാസം 20-ാം തീയതി പമ്പയിൽ. സ്വാഗത സംഘത്തിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളില്ല. സംഗമത്തിലേക്കും ഇതുവരെയായും ക്ഷണമില്ല. സ്വാമി അയ്യപ്പനെ നിന്ദിച്ചവരുടെ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും എന്നു മുതലാണ് അയ്യപ്പനോട് സ്നേഹമുണ്ടായി തുടങ്ങിയത്? ശബരിമലയിൽ ആചാര ലംഘനത്തിന് അഹോരാത്രം പ്രവർത്തിച്ചവർ ഇങ്ങനെയൊരു സംഗമത്തിലൂടെ നടപ്പിലാക്കുന്ന അജണ്ട എന്താണ്? യുവതികളെ പോലീസ് സംരക്ഷണത്തിൽ മല കയറ്റാൻ യത്നിച്ചവരോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ഇതേയുള്ളൂ, ഇതെന്തിനുള്ള പുറപ്പാടാണ്? വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ശബരിമല ആചാര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി G പൃഥ്വിപാൽ, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ വിജി തമ്പി, നിലയ്ക്കലിൽ അയ്യപ്പ ഭക്തർക്ക് നേരെയുള്ള ലാത്തി ചാർജ്, അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അടിച്ച് തകർക്കുന്നു. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഇരുട്ടിൻ്റെ മറവിൽ സന്നിധാനത്ത് എത്തിച്ച ആവേശം, പന്തളത്തുണ്ണിത്താനെ കല്ലെറിഞ്ഞു കൊന്നത്, ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞത്, അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ പരിഹാസ പ്രസ്താവനകൾ ഒന്ന് റീവൈൻഡ് ചെയ്താൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന അനവധി ദൃശ്യങ്ങൾ. ആചാരങ്ങളുടെ ധ്വംസനത്തിന് രണ്ടും കൽപ്പിച്ചിറങ്ങിയവർ ഒരാഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിന് പിന്നിലെ അജണ്ട കേവലം വോട്ടിനപ്പുറത്തേക്ക് മറ്റെന്തോ ആവില്ലേ? ശ്രീ വിജി തമ്പി. നമസ്കാരം. സ്വാമി ശരണം. സ്വാമി ശരണം. ഈ ജനം TV-യുടെ ഇതിന്റെ ഒരു ഹെഡിങ് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇത് എന്തിനുള്ള പുറപ്പാടാന്നുള്ളതാണ് കാര്യം. ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾക്കും ഹൈന്ദവർക്കും എല്ലാവർക്കും അറിയാം ഈ പിണറായി സർക്കാർ എന്താണ് അവരുടെ ഹൈന്ദവരോടുള്ളതും അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളോടുള്ളതും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടുള്ള അവരുടെ സമീപനം. അപ്പം വളരെ വ്യക്തമാണ് സമീപനം. എങ്ങനെയെങ്കിലും ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുക, ഭക്തരെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക, ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കുക, അതിലൂടെ മറ്റാരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റാരുടെയോ കയ്യടി നേടാൻ വേണ്ടി കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ് നേരത്തെ ശ്രീ അനിൽജി പറഞ്ഞതുപോലെയുള്ള ഓരോ കാര്യങ്ങളും. അല്ലാതെ ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതുകൊണ്ട് ഇവർക്ക് തൃപ്തിയാവുന്നതല്ല. പക്ഷെ അത് ഇവർ കയറ്റിയല്ലോ എന്ന് പറയുമ്പോൾ അത് മറ്റു ചിലർക്കുണ്ടാക്കുന്ന ആഹ്ലാദം, ആ ആഹ്ലാദത്തിൽ അഭിമാനിക്കാൻ വേണ്ടിയാണ് അന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെയും കനകദുർഗയും, രാത്രിയുടെ മറവിൽ കറുത്ത വേഷമിട്ട് ചാക്കി കെട്ടി സന്നിധാനത്തിൽ എത്തിച്ചത്. അതുപോലെ തന്നെ വളരെ പരസ്യമായ രീതിയിൽ അയ്യപ്പസ്വാമിയെ അവഹേളിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആ കറുത്ത വസ്ത്രത്തെ അവഹേളിക്കുന്ന രീതിയിൽ ആ കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പസ്വാമിയുടെ മുദ്രയാണ് മാല, ആ മാല അണിഞ്ഞ് വളരെ മോശമായ രീതിയിൽ പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയെ, രഹന ഫാത്തിമെ, പോലീസിന്റെ അകമ്പടിയോടെ പോലീസിന്റെ സുരക്ഷിതത്വത്തിൽ അവർ കെട്ടി എഴുന്നള്ളിച്ച് പമ്പയിൽ നിന്ന് നീലിമല കയറ്റി 18-ാം പടിയിൽ അവിടം വരെ എത്തിച്ചത്, നടപ്പന്തൽ വരെ എത്തിച്ചത്. അന്നത്തെ അവിടുത്തെ തന്ത്രി കണ്ഠരര് രാജീവ് ഒരു ശക്തമായ ഒരു നിലപാടെടുത്തു. അവർ 18-ാം പടി ചവിട്ടിയാൽ നടയടയ്ക്കുമെന്നും പുണ്യാഹം നടത്തുമെന്നും. അതുകൊണ്ട് മാത്രമാണ് അവർക്കന്ന് പടി ചവിട്ടാൻ പറ്റാതെ പോയത്. അപ്പൊ അതിനുള്ള പ്രതികാരമായിട്ടാണ് രാത്രിയുടെ മറവിൽ ഈ പറഞ്ഞ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും അവിടെ എത്തിച്ചത്. അപ്പൊ അന്ന് വിചാരിച്ചു ഇതെല്ലാം അങ്ങ് സോൾവ് ചെയ്ത് കളയാം, ഹിന്ദുക്കളെ അങ്ങ് താറടിച്ച് കളയാമെന്ന്. പക്ഷെ അവിടെയാണ് തുടങ്ങിയത്. അന്നാണ് ഹൈന്ദവ ചൈതന്യം, ശക്തി എന്തെന്ന് പിണറായി സർക്കാർ മനസ്സിലാക്കിയത്. ആത്മീയതയിലൂടെ ഹിന്ദുക്കൾ ഒന്നാകുമെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് ഈ തെരുവിലേക്ക് ഇറങ്ങിയ അത് ബഹളം ഉണ്ടാക്കാനോ തല്ലാനോ അടിക്കാനോ കല്ലെറിയാനോ ഒന്നും അല്ല. അയ്യപ്പ ഭക്തന്മാർ അവർ നാമജപ ഘോഷയാത്രകളാണ് പല സ്ഥലത്തും നടത്തിയത്. അതിനെ നാമജപത്തിനെ തെറിയാണെന്ന് പറഞ്ഞു. നാമജപ ഘോഷയാത്ര നടത്തിയവരെ ക്രൂരമായി മർദ്ദിച്ചു, അവരുടെ പാർക്ക് ചെയ്ത വാഹനങ്ങളെ തല്ലി പൊട്ടിച്ചു. ഒരു പാവം ഭക്തനെ പാർട്ടി ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞ് കൊന്നു. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്ത ഈ സർക്കാർ, അപ്പൊ ഈ സർക്കാരിന് എന്താണ് ഇപ്പം അയ്യപ്പനോടൊരു സ്നേഹം?
ഞാൻ ചോദിക്കട്ടെ, അയ്യപ്പ ഭക്ത സംഗമം എന്ന് ഇവർ പറയുന്നെങ്കിലും ഇവരുടെ എവിടെയെങ്കിലും പോസ്റ്ററിൽ ഭക്ത സംഗമം ഉണ്ടോ? ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ ഭക്ത സംഗമം എന്ന് പറയാൻ ഇവർക്ക് ഭക്തി വേണ്ടേ? ഇതിൽ ഭക്തിയുള്ള ആരാണ്? പിണറായി വിജയനാണോ ഭക്തൻ? അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി വാസവനാണോ ഭക്തൻ? ആരാ ഇതിൽ ഭക്തൻ? അപ്പൊ ഈ ഭക്തൻ ഇല്ലാത്തവർക്ക് എങ്ങനെ ഭക്ത സംഗമം നടത്താൻ പറ്റും? അപ്പൊ നാളെ ചോദ്യം വരാതിരിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമമാക്കിയത്. ഇപ്പൊ ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്ന് പറയുന്ന വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ്. അപ്പൊ ഹിന്ദുക്കളെ ഏത് രീതിയിലെങ്കിലും മയക്കി എടുക്കാന്നാണ് വിചാരം. പക്ഷേ ഇത് അവർ മനസ്സിലാക്കുന്നില്ല. ഇവർ ഈ യുവതി പ്രവേശനത്തിന് കാണിച്ച അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു സംഗമം നടത്തിയാൽ തീർച്ചയായിട്ടും അത് അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും വലിയ കോപത്തിന് പാത്രമായി തീരും. പിന്നെ മാത്രമല്ല, ഈ സംഗമം നടത്താൻ പോകുന്നത് എവിടെയാണ്? പമ്പാ ഗണപതിയുടെ നടയിൽ, ആ പുണ്യ പമ്പയുടെ തീരത്ത്. മാത്രമല്ല, ആ സ്ഥലത്താണ് ഭഗവാനെ വർഷത്തിൽ ഒരിക്കൽ ആറാടിക്കുന്നത്. ആ ആറാട്ട് നടക്കുന്ന ആ പമ്പാ മണൽപ്പുറത്ത് ഇങ്ങനെ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരായ അല്ലെ കമ്മ്യൂണിസ്റ്റ് പിണിയാളുകളായ ആൾക്കാരെ കൊണ്ടുവന്നൊരു സമ്മേളനം നടത്തുന്നു. മാത്രമല്ല, തലേ ദിവസം അവർക്ക് ശബരിമലയിൽ ദർശനമൊരുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെയാണോ ശബരിമല? പിന്നെ എന്തിനാ ശബരിമലയിൽ വ്രതാനുഷ്ഠാനം? മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാ? മണ്ഡലവ്രതം അനുഷ്ഠിച്ചവർ മാത്രമേ ശബരിമലയിൽ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തിനാ? എന്തുകൊണ്ടാ 18-ാം പടിയിൽ ഇരുമുടിക്കെട്ടില്ലാതെ ചവിട്ടാൻ പാടില്ലെന്ന് പറയുന്നത്? അവിടെ അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അവിടെ പോകുന്ന ഭക്തരല്ല, ശബരിമലയിൽ ഒരു ഭക്തരും പോകുന്നില്ല. അവിടെ പോകുന്നത് അയ്യപ്പന്മാരാണ്. ആ അയ്യപ്പന്മാരായി മാറിയിട്ടാണ് അവിടെ ദർശനത്തിന് പോകുന്നത്. അത്രയും പുണ്യ പവിത്രമായ ഒരു സ്ഥലം അത് ഈ പിണറായി സർക്കാരിനും കൂട്ടർക്കും അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, എന്തിനു വേണ്ടി അവർ സംഗമം നടത്തുന്നത്? മറ്റൊരു ഉദ്ദേശവുമില്ല. പാവപ്പെട്ട കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാർ അത് പല രീതിയിലും അവരെ സ്വാധീനിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും പല അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് കുറെ ആൾക്കാരെ വരുത്തിയിട്ട് അവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അടിച്ചു മാറ്റുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഇതിൽ ഭക്തിയില്ല, ഇതിൽ അയ്യപ്പനില്ല, ഭഗവാനില്ല, ആചാരാനുഷ്ഠാനങ്ങളില്ല. ഇത് വെറും ഒരു പാർട്ടി സമ്മേളനത്തിന്റെ നിലയിലേക്ക് എത്തും. പക്ഷേ ഇവരുടെ സ്വാധീനം വെച്ച് ഇവർക്ക് 3000 പേരെ ഒന്നും അവിടെ സംഘടിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുമില്ലെങ്കിലും തൊഴിലുറപ്പുകാരെ കൊണ്ട് നിരത്തിയാലും 3000 പേർക്ക് പുറത്തു വരും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണോ അവിടെ വരേണ്ടത്? അതാണോ അയ്യപ്പ സംഗമം നടത്തേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പലരും പറയുന്നുണ്ട്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നുണ്ട്, ഇത് ഇനി എല്ലാ ഹൈന്ദവ സംഘടനകളെയും ക്ഷണിക്കും, അയ്യപ്പ സേവാ സംഘടനകളെ ക്ഷണിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനൊരു സംഗമം നടത്താൻ? ഇവിടെ ഈ പറഞ്ഞ പോലെ പിണറായി സർക്കാർ എന്താ ചെയ്തത്? ഈ നേരത്തെ പറഞ്ഞ പോലെ അയ്യപ്പ ഭക്തന്മാരെ തല്ലി ചതച്ചു, അവരുടെ വാഹനങ്ങൾ നശിപ്പിച്ചു, അവർക്കെതിരെ വലിയ 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 രീതിയിലുള്ള വകുപ്പുകൾ വെച്ച് കേസുകൾ എടുത്തു. എന്നിട്ട് CIA പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു ഇതുപോലുള്ള കേസുകളെല്ലാം പിൻവലിക്കാൻ പോവാണ്. ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നും പല കോടതികളിൽ പല ആൾക്കാർക്ക് വേണ്ടി ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ശബരിമല വിധി വന്നപ്പോ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറഞ്ഞു, ഞങ്ങൾ ഇത് റിട്ട് കൊടുക്കാൻ പോവാണ്, ഞങ്ങൾ റിവ്യൂ കൊടുക്കാൻ പോവാണ്, അതിൽ ഞങ്ങൾ കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ പിടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണെന്നറിയില്ല, പിറ്റേ ദിവസം പത്മകുമാർ മാറ്റി പറഞ്ഞു. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴും എന്താണ് അവർ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്? എന്താണ്? സ്ത്രീ പ്രവേശന അനുകൂലമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് കേരള സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോഴും സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അയ്യപ്പ ഭക്തന്മാരെ തല്ലി ചതച്ചു, ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി 2 സ്ത്രീകളെ കെട്ടിയിറക്കി അവിടെ കൊണ്ടുപോയി. ഇവര് ഈ ഹൈന്ദവ സംഘടനകളെയോ അല്ലെ അയ്യപ്പ ഭക്ത സംഘടനകളെയോ ക്ഷണിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യട്ടെ. ആദ്യം, ഈ ചെയ്ത തെറ്റിന് പരസ്യമായിട്ട് മാപ്പ് പറയട്ടെ. രണ്ടാമത്, സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിച്ച് ഞങ്ങൾ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള കൊടുക്കട്ടെ. മൂന്നാമത്, ഈ കേസുകളെല്ലാം പിൻവലിക്കട്ടെ. എന്നിട്ട് വേണം അയ്യപ്പ സംഗമം നടത്താൻ. അല്ലാതെ അയ്യപ്പ സംഗമം അല്ല നടത്തുന്നത്, ഇത് തട്ടിപ്പ് സംഗമമാണ്, അയ്യപ്പ സംഗമം അല്ല. ഇങ്ങനൊരു സംഗമം നടത്തുന്നതിൽ ഒരു ഹൈന്ദവ സംഘടനകളും ഈ ഒരവസ്ഥയിൽ പങ്കെടുക്കില്ല. ഈ 3 കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം ഒരു ക്ഷണിച്ചാലും ഇനി കെട്ടി എഴുന്നള്ളിച്ചു പോയാലും ഒരാൾ പോലും പങ്കെടുക്കില്ല. മാത്രമല്ല, യഥാർത്ഥ അയ്യപ്പ ഭക്തർ ഒരു കാരണവശാലും ഇവർ പങ്കെടുക്കില്ല. അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് അയ്യപ്പന്റെ അനുഗ്രഹമല്ല, അയ്യപ്പന്റെ കോപത്തിന് അവർ പാത്രമായി തീരും. അതുകൊണ്ട് മനസ്സിലാക്കുക,
അങ്ങനെ പിണറായി വിജയൻ പല രീതിയിലുള്ള പ്രീണനങ്ങളിലൂടെയും ഭീഷണിയിലൂടെയും മറ്റും പലരെയും അവിടെ എത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അയ്യപ്പസ്വാമിയുടെ കോപത്തിന് പാത്രമായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം എവിടെയാണ് ഈ സ്ത്രീ പ്രവേശനം വിഷയം തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഒന്നിനൊന്ന് എന്തെല്ലാം പ്രളയം തൊട്ട് കൊറോണ തൊട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് ആ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇവരെല്ലാം കൂടി ചേർന്ന് ചെകുത്താന്റെ നാടാക്കി മാറ്റിയിരിക്കുകയല്ലേ. ഇതിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുക. ഞാൻ ചോദിക്കട്ടെ, കലിയുഗ വരദനാണ് അയ്യപ്പസ്വാമി. ഈ കലിയുഗത്തിൽ ഒരേ ഒരു ഈശ്വരീയ ജന്മമേ ഉണ്ടായിട്ടുള്ളൂ, അത് അയ്യപ്പസ്വാമിയാണ്. കേരളത്തിന്റെ പരദേവതയാണ്. ഭാരതത്തിന്റെ പരദേവത ബദരീനാഥനാണെങ്കിൽ കേരളത്തിന്റെ പരദേവതയാണ് ആ മലയുടെ മുകളിൽ ഇരിക്കുന്ന ആ ഭഗവാൻ. ആ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച സാക്ഷാൽ അത് അയ്യപ്പസ്വാമി. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി ആണ് ശബരിമലയിലെ ദൈവം. ലോകത്ത് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം മാത്രമേ ഉള്ളൂ, അത് ശബരിമല മാത്രമാണ്. അത്രയും ചൈതന്യപൂർണമായ ക്ഷേത്രത്തെ നശിപ്പിക്കാനും എല്ലാ രീതിയിലും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണ അധികാരമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് മഹാനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനായിരുന്നു. അതുപോലെ വ്യക്തിത്വങ്ങൾ ഇരുന്ന ഈ ദേവസ്വം ബോർഡിലാണ് ഇന്ന് ഈ പിണറായിയുടെ പിണിയാളുകളെ, ഏറാം മോഡികളെ പിടിച്ച് പ്രസിഡന്റും മെമ്പർമാരും ആക്കിയിട്ട് അവരെ വെച്ച് ഭരിക്കുകയാണ്. ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരു അധികാരവുമില്ലാത്ത, ദേവസ്വം ബോർഡിൽ ഒരു അധികാരവുമില്ല, ആ വെറും ഒരു ആലങ്കാരികമായ പദവി മാത്രമാണ്. പക്ഷെ ഈ പറഞ്ഞ സർക്കാരിന്റെ ഈ പിണിയാളുകളെ വെച്ചിട്ട് അവരെ വെച്ച് ദേവസ്വം ഭരിക്കുന്നു. ദേവസ്വം എന്തിനു ഭരിക്കുന്നു? ദേവസ്വം ഭരിക്കേണ്ട ആരാണ്? ക്ഷേത്രം ഭരിക്കേണ്ട ആരാണ്? ക്ഷേത്ര വിശ്വാസികളാണ്, ഈശ്വര വിശ്വാസികളാണ് ക്ഷേത്രം നോക്കേണ്ടത്. ഇതിൽ എത്ര പേർക്കുണ്ട് ഈശ്വര വിശ്വാസം? കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ മകരവിളക്കിന്റെ അന്ന് ഇന്നത്തെ ഈ ദേവസ്വം മന്ത്രി ആ തിരുനടയിൽ നിന്ന നിൽപ്പ്. അതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രി എന്താ ചെയ്ത്? ആ പുണ്യമായ തീർത്ഥത്തെ വാങ്ങിച്ച് സാനിറ്റൈസർ പോലെ കൈകഴുകി. ഇങ്ങനെ ഉള്ളവരാണോ അയ്യപ്പ സംഗമം നടത്തേണ്ടത്? ഇവർക്ക് ഭക്തിയുണ്ടോ? ഇവർ ഭക്തസംഗമമാണോ? അപ്പൊ ഇതില് പിന്നിൽ വലിയ ഗൂഢലക്ഷ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു സംഗമത്തിന് ആദ്യം ക്ഷണിച്ചതാരെയാണ്? സ്റ്റാലിൻ ആരാണ്? സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ച ആളാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ എല്ലാം സ്വത്തുക്കൾ തട്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വ്യക്തി, അയാളുടെ മകൻ എന്താണ് ചെയ്തത്? സനാതന ധർമ്മം വൈറസ് ആണെന്ന് പറഞ്ഞ ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഭക്തസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എന്ത് യോഗ്യതയുണ്ട്? തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് അതിൽ മുഖ്യ ആതിഥേയായി പങ്കെടുക്കാൻ എന്ത് യോഗ്യതയുണ്ട്? അപ്പൊ ഇത് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും പിണറായി വിജയന്റെയും കൂട്ടത്തിന്റെയും ഈ ഉഡായിപ്പ് പരിപാടികളിൽ തലവെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും, പഴയ മേൽശാന്തിമാരായാലും ശരി, അല്ലെങ്കിൽ ശബരിമല ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരായാലും ശരി, പന്തളം കൊട്ടാരമായാലും ശരി, തന്ത്രി കുടുംബമായാലും ശരി, ഒരു ഹൈന്ദവ സംഘടനകളും ഇതിൽ ഭാഗഭാഗാക്കാവരുത്. അത് ദോഷം ചെയ്യും. അവർക്ക് തീർച്ചയായിട്ടും അത് അപകടമായിരിക്കും. അയ്യപ്പന്റെ കോപത്തിന് പാത്രമാവും എന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാനൊരു പരിപാടിയിലാണ്, അതുകൊണ്ട് അനിൽജി എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. സ്വാമിയെ ശരണമയ്യപ്പ. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി. പത്മനാഭൻ വക്കീലെ, ഞാൻ ആവർത്തിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമം 10 വോട്ട് അധികം കിട്ടാനുള്ള ഒരു പരിപാടി ആയിട്ട് ഞാൻ കാണുന്നേയില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്തായിരിക്കും ഈ ഉഡായിപ്പ് സംഗമത്തിന്റെ അജണ്ട, ലക്ഷ്യം? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന എന്താ, വിവരോ ഇല്ലാത്തവനെ വിവരാവകാശ മന്ത്രിയാക്കും, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കും, പിന്നെ സ്വഭാവശുദ്ധി ഇല്ലാത്തവനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കും, വിശ്വാസമില്ലാത്തവനെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കും. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളക്കാര് ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടം. പാലക്കാട്ടുകാർക്ക് ഒരു അപകടം അവർ ക്ഷണിച്ചു വരുത്തിയല്ലോ. ഇപ്പൊ 2021 ഭാരതീയ ജനതാ പാർട്ടി തലിത് അംഗം 916 ഗോൾഡ് ഈ ശ്രീധരനെ നിർത്തിയപ്പോ തോൽപ്പിച്ചു. എന്നിട്ട് ജയിപ്പിച്ചവൻ പുതിയ മേച്ചിൽ പുറത്ത് തേടിപ്പോയി. പകരം ഒരു വിദ്വാനെ കൊണ്ട് നിർത്തി. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് അപകടമാണ്. ഇപ്പൊ അത് പുറമെ പറയാൻ പറ്റാത്ത സംഭവത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ 2021 കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ പിണറായി സർക്കാർ. ഇത് 2016 അനുഭവത്തിൽ ഇതിനെ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ഇവരെക്കാൾ മോശമായത് കൊണ്ടാണ് അവര് വീണ്ടും അധികാരത്തിൽ വന്നത്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തില് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു മുഖ്യ അതിഥിയായിട്ട് ആരെ വിളിക്കണം? ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ഒന്നും വിളിക്കണം ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുന്ന രണ്ട് സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ആന്ധ്രാപ്രദേശും ഒന്ന് കർണാടകയുമാണ്. അതിൽ കർണാടകയുടെ മുഖ്യമന്ത്രി ഒരു വിശ്വാസിയല്ല, അയാൾ അമ്പലത്തിലൊന്നും പോവാറില്ല. എന്നാൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ചിട്ട് രണ്ട് സംസ്ഥാനമാക്കിയിട്ടുണ്ട്, തെലുങ്കാനയും ആന്ധ്രാപ്രദേശും. ആ രണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ BJP-കാരല്ല. തെലുങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ്. ഇവർക്ക് വലിയ വിരോധം ഉണ്ടാവില്ല. നല്ല വിശ്വാസിയാണ് റേവന്ത് റെഡ്ഡി. നല്ല വിശ്വാസിയാണ് തെലുങ്കുദേശത്തിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എല്ലാ വർഷവും വരാറുണ്ട്. നമ്മൾ അവിടെ പോയാൽ അറിയാം, AP വണ്ടിയും TS വണ്ടിയും ധാരാളം ഉണ്ടാവും. ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ, ഡസൻ കണക്കിന് സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നുണ്ട്. എല്ലാം നിറഞ്ഞു കവിഞ്ഞാണ് വരുന്നത്. അപ്പൊ അവരെ ആരെയും വിളിച്ചുകൂടെ? ഈ ജീവിതത്തിൽ ഇന്ന് വരെ ക്ഷേത്രത്തിൽ പോയി തൊഴാത്ത, ഈശ്വര വിശ്വാസി അല്ലാത്ത, പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ ഗണപതി വിഗ്രഹം തച്ചുടക്കണം എന്ന് പറഞ്ഞ പെരിയാർ രാമസ്വാമി നായരുടെ പിൻഗാമിയായ ഈ സ്റ്റാലിനെ തന്നെ വിളിക്കേണ്ട എന്താ ആവശ്യം? അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഈ ക്ഷേത്ര വിശ്വാസത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും അതിന്റെ സങ്കല്പങ്ങളെയും ഒരു ഹൈന്ദവ സംസ്കാരത്തെയും അതിനെ എത്രത്തോളം പരിഹസിക്കാൻ പറ്റുമോ അത്രത്തോളം പരിഹസിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം, ഈ കന്നിമാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടത്തേണ്ട ആവശ്യമില്ല. കാരണം കന്നിമാസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശബരിമലയിൽ വലിയ ഒരു പ്രാധാന്യമില്ലാത്ത മാസമാണ്. അതായത് ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ തുലാത്തിലാണ് അവിടെ പ്രാധാന്യം. കന്നിയിൽ വലിയ ഒരു അവരുടെ ആചാരം ഞാൻ കേട്ടിട്ടില്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ഒഴിഞ്ഞ സമയം നോക്കി കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ വിളിച്ചുകൂട്ടി ദേവസ്വം ബോർഡിന്റെ ചെലവിൽ മൃഷ്ടാംഗ ഭോജനവും കൊടുത്ത് ഈ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും പരമപുച്ഛത്തോടെ കാണുകയും അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെയും ക്ഷേത്ര വിശ്വാസികളെയും അതോടൊപ്പം മറ്റ് വിശ്വാസി സമൂഹത്തെയും, ഞാൻ മനസ്സിലാക്കുന്നില്ല ഇവിടുത്തെ മറ്റു മതവിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ, കുറെ തീവ്രവാദികൾ ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പൊ ധർമ്മസ്ഥലയില് അവരാണല്ലോ ക്യാമറ ദുഃഖി പോയത്, ഇപ്പൊ കിട്ടും അസ്ഥി കൂടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ മനാഫിനെ പോലത്തെ കുറെ സാധനങ്ങളൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥ ഇസ്ലാമിക ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് വേദനയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വിശ്വാസി സമൂഹത്തെ പരിഹസിക്കാൻ ഏത് വിധത്തിലാണോ, കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് നിരത്ത് വീണ് ഉരുണ്ട ഒരു സ്ത്രീയാണല്ലോ ശബരിമല ഇവർ കൊണ്ടുപോയത്. ആ സ്ത്രീയുടെ സംസ്കാരം നമ്മൾ കണ്ടല്ലോ. കോഴിക്കോട് കടപ്പുറത്ത് നിലത്ത് വീണ് ഇങ്ങനെ ഉരുളുകയാണ്. റോട്ടുമെന്ന് അടി ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, അതിന്റെ നിലവാരം ആലോചിച്ച് നോക്ക്. അവരെയാണ് ഇവര് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് ശബരിമലയ്ക്ക്. അപ്പം വഷളാക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക എന്ന ക്ഷേത്ര വിശ്വാസങ്ങളെയും ക്ഷേത്ര ആചാരങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും പുച്ഛിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് കിട്ടിയത് എന്താ? അന്ന് ഈ കുൽസിത ശ്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ. എന്താ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ സംഭവിച്ചത്? ഒരു മോൻ പെണ്ണുകേസ് പ്രതിയായി, വേറൊരു മോൻ വേറെ കഞ്ചാവിന് വേണ്ടി മയക്കുമരുന്നിന് വേണ്ടി പണം കൊടുത്ത കേസിലും പ്രതിയായി. ഒരു കൊല്ലം ജയിലിൽ കിടന്നു, മറ്റവൻ നാരായണക്കല്ല് കണ്ടു. അപ്പോ ഇതൊക്കെ അനുഭവമാണ്, പഠിക്കുന്നത് നല്ലതാണ്. അതാ ഞാൻ പറഞ്ഞത്, കുന്തവും കുടച്ചക്രവും ആണ് ഭരണഘടനയിൽ എന്ന് പറഞ്ഞ ആളെ മന്ത്രിമായി നിലനിർത്തുന്ന ഒരു രീതിയാണ് കേരളത്തിൽ. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട്, ഈ സർക്കാരിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഹൈന്ദവമായ എല്ലാത്തിനെയും തകർക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് ചില പ്രത്യേക വിഭാഗങ്ങളുടെ മതവികാരങ്ങളെ പോയി കീഴ്പ്പെടുത്തും. കാരണം 4 വോട്ട് സംഘടിതമായി കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിനെ അതിശക്തമായി എതിർക്കും. അതുകൊണ്ടാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് സ്റ്റാലിൻ വന്നാൽ തടയും. ഒരു സംശയവുമില്ല, സ്റ്റാലിൻ വന്നാൽ തടയുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പണ്ട് ഒരു ദേശായി വന്നിട്ട് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പുറത്തേക്ക് കടക്കാൻ പറ്റാണ്ട് തിരിച്ചു പോയല്ലോ, അതുപോലെ സ്റ്റാലിൻ വന്നാൽ തിരിച്ചു പോകേണ്ടി വരും. അത് സ്റ്റാലിനും അറിയാം. തിരിച്ച് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ സമരം ഉണ്ടാവും, സ്റ്റാലിൻ അറിയാം. അതുകൊണ്ടാണ് സ്റ്റാലിൻ മെല്ലെ തടിയെടുത്തത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഇതിനെ നേരിടും, ഒരു സംശയവുമില്ല. ഈ തെമ്മാടിത്തത്തെ രാഷ്ട്രീയപരമായി നേരിട്ട് പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ
ഒരു വിട്ടുവീഴ്ചയ്ക്കും BJP തയ്യാറല്ല. ഓക്കെ, ശ്രീ പൃഥ്വിപാൽ, ശബരിമല ആചാര സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയാണ് താങ്കൾ. ഇപ്പോൾ നോക്കൂ, ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സ്വാഗത സംഘ രൂപീകരണ ചടങ്ങിലേക്കെങ്കിലും താങ്കളെപ്പോലുള്ളവരെ ക്ഷണിക്കേണ്ടതാണ്, അല്ലേ? ഇത് വാർത്താമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്, ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട് എന്ന്. പമ്പയിൽ ഇതെവിടെയാണ് നടത്തുന്നത്? ഇതിൽ 3000-ഓളം പേർ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ 3000-ഓളം പേർ ആരാണ്? അവർ CPM-ൻ്റെ പ്രതിനിധികളാണോ? നേരത്തെ വിജി തമ്പി പറഞ്ഞതുപോലെ ഇതൊരു പാർട്ടി പരിപാടിയാക്കി മാറ്റാനാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവരുടെ അജണ്ട? എന്തിനാണ് ഇപ്പോൾ കന്നിമാസത്തിൽ ഇങ്ങനെയൊരു അയ്യപ്പ സംഘം നടത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം താങ്കൾക്ക് അറിയാവുന്നത് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ചർച്ച നടക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം എന്നാണ് പേര് കേട്ടത്. പക്ഷേ ആ പേരിന് തക്കതായ ഒരു നടപടികളും ഒരു പ്രവർത്തനങ്ങളും ഉള്ളതായിട്ട് നമുക്കറിവില്ല. അയ്യപ്പ ഭക്ത സംഘടനകളെ ആരെയും ഈ പരിപാടിയിലേക്ക്, ഈ സംവിധാനത്തിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയോ ചെയ്തിട്ടില്ല. ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുണ്ട്. ആലങ്ങാട് അമ്പലപ്പുഴ സംഘം, അതേപോലെ അവിടുത്തെ ഗുരുതി സംഘം, ഈ തന്ത്രി കുടുംബം, അതുപോലെ വിവിധ പന്തളം കൊട്ടാരം, അതുപോലെ തിരുവാഭരണ പേടകവാഹക സംഘങ്ങൾ, വിവിധ സംഘടനകളുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘടനകൾ തന്നെ, വിവിധ അയ്യപ്പ സേവാ സമാജം, അയ്യപ്പ സേവാ സംഘം പോലെയുള്ള വിവിധ സംഘടനകൾ, ഓരോ പ്രാദേശികമായിട്ടും വിവിധ അയ്യപ്പ ഭക്ത സംഘടനകളുണ്ട്. ഇവരെ ആരെയും അറിയിക്കാതെ നടത്തുന്ന ഈ അയ്യപ്പ സംഗമം, ഇത് അയ്യപ്പ സംഗമം എന്നല്ല ഇതിൻ്റെ പേര് വേണ്ടത്. ആഗോള നിക്ഷേപ സംഗമം എന്നാക്കിയാൽ അതിന് ശരിക്കും ആ പേര് യോജിക്കുമെന്ന് തോന്നുന്നു. കാരണം ജില്ലാ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് VIP-കളായിട്ടുള്ള ഗസ്റ്റുകൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ഒരുക്കണം. പത്തനംതിട്ട ജില്ലയിലെയും ആലപ്പുഴ സമീപ പ്രദേശത്ത് ചെങ്ങന്നൂർ, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലെയും എല്ലാ ഒരു 3 സ്റ്റാർ ഉപരിയുള്ള ഹോട്ടലുകളെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് പമ്പയിലേക്ക് പോകുവാനുള്ള ഹൈടെക് വാഹന സൗകര്യം എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഹോട്ടലുകളും എടുത്താൽ പോലും ഇത്തരം ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, 3000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ആഗോള നിക്ഷേപ സംഗമമാണെങ്കിൽ ആ പേര് ശരിയായിരിക്കും. അല്ലാതെ അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ പ്രളയത്തിന് ശേഷം എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ, പമ്പയിൽ അടിസ്ഥാന സൗകര്യത്തിന് ഭക്തർക്ക് ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളിൽ തന്നെ ഭക്തർക്ക് അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു ചടങ്ങുകളും നിർവഹിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള സൗകര്യം പോലും ദേവസ്വം ബോർഡിന് ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല. കഴിഞ്ഞതിന് മുമ്പലത്തെ തീർത്ഥാടന കാലത്ത് അനേകം ഭക്തരെ വിവിധ ഇടത്താവളങ്ങളിൽ വന്ന് അവരുടെ ഇരുമുടിക്കെട്ടഴിച്ച് കണ്ണീരോടെ മടങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആഗോള തലത്തിലേക്ക് അയ്യപ്പ ഭക്തനെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് പറയുന്ന ഈ സർക്കാർ മിനിമം ഒരു കാര്യം ആലോചിക്കണം. നിലവിലുള്ള ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നില്ല. ഇപ്പോൾ 50 ലക്ഷം പേര് വരുന്നു എന്ന് കണക്ക് പറയുന്നു. ഈ 50 ലക്ഷം പേർക്ക് 2 മാസം കൊണ്ട് അവിടെ ചടങ്ങുകൾ നിർവഹിക്കാനായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന ഭക്തർക്ക് 15 സെക്കൻഡ് പോലും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നില്ല, അവിടെ നെയ്യഭിഷേകം നടത്താൻ സാധിക്കുന്നില്ല, മറ്റു വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഭക്തർക്ക് അവിടെ വിരിവയ്ക്കാനുള്ള സൗകര്യമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ല. ഏത് സ്ഥലത്താണ്, ഏതിടത്താവളങ്ങളിലാണ് അടിസ്ഥാന സൗകര്യമുള്ളത്? ചെങ്ങന്നൂർ ഇതിൻ്റെ ഗേറ്റ് വേ ആണെന്ന് പറയുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരികെ പോകാൻ എത്തുന്ന ഭക്തരെ കന്നുകാലികളെക്കാൾ കഷ്ടമായ സ്ഥിതിയിലാണ് പ്ലാറ്റ്ഫോമിൽ വിരിവെച്ച് കിടക്കുന്നത്. നടപ്പന്തലിൽ കിടക്കുന്ന ഭക്തരുടെ സ്ഥിതി ഈ ദേവസ്വം പ്രസിഡന്റോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ സർക്കാരോ കാണുന്നുണ്ടോ? മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവശരായിട്ട് മലയിറങ്ങുന്ന ഭക്തർക്ക് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ശബരിമലയിൽ നടക്കുന്നില്ല. പമ്പയിലെ രാമമൂർത്തി മണ്ഡപം ഒഴുകിപ്പോയിട്ട് വർഷങ്ങളായി. പമ്പയിൽ വിരിവയ്ക്കാനോ തടങ്ങാനോ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. ഈ പമ്പയിലെ പാർക്കിംഗ് ഗ്രൗണ്ട്, ത്രിവേണിയിലെ പാർക്കിംഗ് സംവിധാനം ഒലിച്ചുപോയി. അവിടെ ഭക്തർക്ക് പാർക്കിങ്ങിന് സൗകര്യമില്ല.
വളരെ ബുദ്ധിമുട്ടി KSRTCയുടെ ബസ്സിൽ കയറി പറ്റുക എന്ന് പറയുന്നത്, അവിടെ വന്ന് യു ടേൺ എടുത്ത് വരുന്ന ബസ്സിലേക്ക് ഈ അന്യദേശങ്ങളിൽ നിന്ന് വന്ന ഭക്തരെ ഓടിക്കയറുന്ന കാഴ്ച കണ്ടാൽ, കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ വലിച്ചുകൊണ്ട് തിങ്ങി നിറഞ്ഞു പോകുന്ന കാഴ്ച കണ്ടാൽ വളരെ ദയനീയമാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാത്ത ഒരു ക്ഷേത്ര സന്നിധിയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി നിക്ഷേപ സംഗമം അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം നൽകാൻ ശ്രമിക്കുക. അവിടെ വരുന്ന ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കണമെന്ന് ഏത് ഭക്തനാണ് നിർബന്ധം? ശബരിമലയിൽ വരുമാനം വർദ്ധിക്കണമെന്ന് ആർക്കാണ് നിർബന്ധം? ശബരിമലയിലെ വിശ്വാസികളുടെ പണം കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്, അല്ലാതെ സർക്കാരിൻ്റെ പണമല്ല. ഈ കേരളത്തിലുടനീളം നവംബർ ഡിസംബർ മാസങ്ങളിലെ തീർത്ഥാടന കാലത്ത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ ഉണരുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ അയ്യപ്പ ഭക്തരുടെ, വിശ്വാസികളുടെ പണം കൊണ്ട് ഏകദേശം 20,000 കോടിയിലധികം രൂപയുടെ വരുമാനം സർക്കാരിന് കിട്ടുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും GST വരുമാനം അടക്കമുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അധിക വരുമാനം അധിക ചാർജ് ഈടാക്കുന്നുണ്ട്. KSRTC അധിക ചാർജ് ഈടാക്കുന്നുണ്ട്. അവിടെ വിവിധ വകുപ്പുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പണം അധികമായി അടച്ചിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇതൊക്കെ ഇരിക്കെ തന്നെ ഭക്തർക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ തയ്യാറാകാത്തവർ ഇത് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? യുവതീ പ്രവേശന സത്യവാങ്മൂലം തിരുത്തി കൊടുത്തവരാണ് ഈ സർക്കാർ. ആ തിരുത്തിക്കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ പേരിലാണ് ഇത്രയും ദുർഘടങ്ങൾ, ഇത്രയും ഭക്തർക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. നാമജപ പ്രക്ഷോഭമടക്കം പ്രതിഷേധിച്ച ആളുകളെ കേസിൽ പ്രതിയാക്കി തല്ലിച്ചതച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് അമ്മമാരടക്കമുള്ളവരെ ക്രിമിനൽ കേസുകളിൽ പെടുത്തിയിട്ട് ആ കേസുകൾ പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി, നിലപാട് തെറ്റായിരുന്നു, തെറ്റു തിരുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. ക്ഷമ ചോദിക്കുവാനായിട്ട് പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. പാർട്ടി സെക്രട്ടറി അല്ല തയ്യാറാകേണ്ടത്. പിണറായി വിജയനാണ് സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ വിളിച്ച് മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അയാളെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ, ഒറ്റ രാത്രി കൊണ്ട് അയാൾ പേടിച്ച് നിലപാട് തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായി. ഭക്തനാണ്, വിശ്വാസിയാണ്. പാർട്ടി പറയുന്ന അല്ലെങ്കിൽ പിണറായി പറയുന്നതിനപ്പുറം ചലിക്കാൻ പറ്റാത്ത പാവകളെ ഇരുത്തി ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സംവിധാനമാണുള്ളത്. ഈ യുവതീ പ്രവേശനത്തിൻ്റെ നിലപാട് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറാകാത്ത, ഈ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത, അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ തയ്യാറാകാത്ത ഇടത്താവളങ്ങളിൽ ഏതെങ്കിലും ഒരു KSRTC സ്റ്റാൻഡ് പത്തനംതിട്ടയിലോ ചെങ്ങന്നൂരിലെയോ തിരുവല്ലയിലെയോ പന്തളത്തെയോ ഏതെങ്കിലും ഒരു KSRTC സ്റ്റാൻഡിൻ്റെ വികസനം നടത്തുന്നുണ്ടോ? അയ്യപ്പ ഭക്തന്മാർ വന്നിറങ്ങുന്ന സ്ഥലത്ത് അയ്യപ്പ ഭക്തന്മാരുടെ കെട്ടിറക്കി വയ്ക്കാനുള്ള സൗകര്യമുണ്ടോ? എന്ത് സൗകര്യങ്ങളാണ് ഈ തീർത്ഥാടകരെ വെറും കറവ പശുക്കളായിട്ട്, കന്നുകാലികളെ കഷ്ടമായിട്ട് അവരെ കാണുന്ന ഈ ഒരു സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ നടത്താൻ തയ്യാറാകാത്തവർ ഈ നിക്ഷേപ സംഗമം വിളിച്ച് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി എന്ന കൊള്ള സ്ഥാപനത്തിന് വരുമാനമുണ്ടാക്കാൻ ഈ വരാൻ പോകുന്ന മുഴുവൻ കരാറുകളും അവർക്ക് കൊടുക്കുവാൻ തയ്യാറായിട്ടാണ് ഈ നിക്ഷേപ സംഗമം വിളിച്ചിരിക്കുന്നത്. ഈ നിക്ഷേപ സംഘത്തിന് വരുന്ന ആളുകൾ ആരാ? അയ്യപ്പ ഭക്തരാണോ? വിശ്വാസികളല്ലാത്തവരുടെ പണം കൊണ്ട് ഒരു പൈസ പോലും ശബരിമലയ്ക്കോ ശബരിമല വിശ്വാസികൾക്കോ അയ്യപ്പനോ ക്ഷേത്രങ്ങൾക്കോ ആവശ്യമില്ല. വിശ്വാസികൾ ധാരാളമുണ്ട്. അവരുടെ പണം കൊടുത്ത് അയ്യപ്പ ഭക്തർക്ക് വികസനം നടത്തുവാൻ തയ്യാറാണ്. അത് സ്വീകരിക്കാതെ ഈ കച്ചവടക്കാരെ കൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കുവാനും റോപ്പ് വേ ഉണ്ടാക്കുവാനും, ശബരിമല ഒരു ടൂറിസം കേന്ദ്രമല്ല. ശബരിമലയിൽ പിൽഗ്രിം ടൂറിസം മറ്റു സ്ഥലങ്ങളിൽ നടന്നുകൊള്ളട്ടെ, അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആധ്യാത്മിക തലത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലെ പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര പോലും വിലക്കുന്ന, ഇപ്പോൾ നീലിമല പാതയിൽ ആയിരക്കണക്കിന് ഭക്തർ സഞ്ചരിക്കുന്ന പാതയിലെ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി വാർത്ത ചെയ്തിട്ടുള്ളതാണ്. അവിടെ പ്ലാനിങ് ഇല്ലാതെ തന്നെ അവിടെ കരിങ്കല്ല് പാകിയത് കൊണ്ട് ദിവസം എത്ര ഭക്തരാണ് അവിടെ നിലത്ത് വീഴുന്നത്? 5ഓളം ആളുകൾ കഴിഞ്ഞ ഈ 3-4 മാസങ്ങൾക്കുള്ളിൽ 5 പേര് മരിക്കാനിടയായി. കരണ്ടടിച്ച് ഒരു അയ്യപ്പ ഭക്ത മരിച്ചു. ഇതിനൊക്കെ എന്ത് നടപടികളാണ്? അവിടുത്തെ സുരക്ഷ ഉണ്ട് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയിൽ അവിടെ ബൈക്കിൽ ആളുകൾ കടന്നു കയറുന്നു. അവിടുത്തെ BSNLന്റെ ടവറിൻ്റെ സാമഗ്രികൾ മോഷണം പോകുന്നു. എന്ത് സുരക്ഷയാണുള്ളത്? ഈ സുരക്ഷാ സംവിധാനത്തിന് വീഴ്ചയുള്ള സ്ഥലത്ത് അതീവ സുരക്ഷാ മാത്രവുമല്ല, പെരിയാർ ടൈഗർ റിസർവിൻ്റെ പരിസ്ഥിതി ലോല പ്രദേശവും ടൈഗർ റിസർവ് ഫോറസ്റ്റുമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇത്തരത്തിലെ കടന്നുകയറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് തന്നെ വിലക്കുണ്ട്. ഈ
പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമുള്ളൂ. അവർക്ക് ലഘുഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അയ്യപ്പ ഭക്തർക്ക് ഒരുക്കിയാൽ മതി, വിരിവയ്ക്കാനുള്ള വൃത്തിയായ സൗകര്യം മതി, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ലളിതമായ സൗകര്യങ്ങൾ മാത്രം മതി. അവിടെ AC റൂമിൻ്റെയോ കൊട്ടാര സമുച്ചയങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ലളിതമായിട്ട് അവർക്കൊന്ന് വിരിവയ്ക്കണം, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള സൗകര്യം വേണം, വഴിപാട് കഴിക്കുവാനുള്ള, നെയ്യഭിഷേകം കഴിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം, അവരുടെ കൊണ്ടുവന്നിരിക്കുന്ന വഴിപാട് സാധനങ്ങൾ കൃത്യമായിട്ട് ശേഖരിക്കുവാനുള്ള, അവർക്ക് തൃപ്തികരമായിട്ട് വഴിപാട് നടത്തി സുഖ തീർത്ഥാടനം നടത്തി അവർക്ക് അരവണയും അപ്പവും വാങ്ങി തിരിച്ചു പോകാനുള്ള, ഭക്തി നിർഭരമായിട്ട് പോകാനുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നവരെ കന്നുകാലികളെ പോലെ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ളത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡ് ഇതിൽ നിന്ന് പിന്തിരിയണം. കച്ചവട സംഗമമല്ല. കച്ചവടക്കാരുടെ കാശ് കൊണ്ട് ശബരിമലയെ വികസിപ്പിക്കേണ്ട ആവശ്യവുമില്ല. തിരക്കും വരുമാനവും വർദ്ധിക്കണമുള്ളത് സർക്കാരിൻ്റെ നടപടിയാണെങ്കിൽ അവിടെ ശാന്തമായിട്ട് ഭക്തിപൂർവ്വം വിശ്വാസങ്ങൾ ആചരണങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വരുന്ന ആചാരങ്ങൾ നടത്തുന്ന ഇടമാണ്. അതിനെ പവിത്രമായി കാത്തു സൂക്ഷിക്കുവാനുള്ള നടപടികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്നാണ് പറയാനുള്ളത്. യെസ്, അഡ്വക്കേറ്റ് BN ഹസ്ക, പൃഥ്വിപാൽ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് ആഗോള അയ്യപ്പ സംഗമമാണോ ആഗോള നിക്ഷേപക സംഗമമാണോ എന്ന്. നോക്കൂ, ശബരിമല, പമ്പ, അതുപോലെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ അടിസ്ഥാന സൗകര്യ വികസനം പോലും നടക്കുന്നില്ല. അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അയ്യപ്പ ഭക്തർക്ക് ദർശനം സുഗമമാക്കാനുള്ള, അവർക്കൊന്ന് അയ്യപ്പനെ കണ്ട് സമാധാനപരമായി ഇറങ്ങിയാൽ മതി, അതുപോലും അസാധ്യമാക്കുന്ന ഒരു സംവിധാനം നിലവിലുള്ള സാഹചര്യത്തിൽ അതിന് പരിഹാരം കാണേണ്ടതിന് പകരം ഇങ്ങനെ നിക്ഷേപകരെ പമ്പയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സംഗമം നടത്തുന്നതിൻ്റെ ചേതോവികാരം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വിമാനത്താവളം വരുന്നു എരുമേലിയിൽ, അതിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപകരെയൊക്കെ അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുക, കാശടിച്ച് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളോട് എന്തെങ്കിലും സ്നേഹം, അല്ലെങ്കിൽ അയ്യപ്പനോട് എന്തെങ്കിലും സ്നേഹം, ഭക്തി, ആദരവ് ഉള്ളതിൻ്റെ പുറത്തല്ല ഇങ്ങനെയൊരു സംഗമം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ്. അഡ്വക്കേറ്റ് ഹസ്ക, വിശ്വാസവും ഭക്തിയും ഇല്ലാത്തവർക്ക്, കപട മതേതരത്വം കൊണ്ട് നടക്കുന്നവർക്ക് എന്ത് അയ്യപ്പൻ, എന്ത് ശബരിമല? ഇത് ആഗോള അയ്യപ്പ സംഗമമോ അതോ ആഗോള നിക്ഷേപക സംഗമമോ? ഇതില് ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് മതം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത് എന്നുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, വലിയ തോതിൽ ഈ അയ്യപ്പ വിശ്വാസത്തെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗിമിക്ക് മാത്രമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ രാഷ്ട്രീയ ഗിമിക്കിനെ തുടർന്നാണ് ലോക അയ്യപ്പ സംഗമം നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തീരുമാനിക്കുകയും അതുവഴി ശബരിമലയുടെ പവിത്രതയെ ലോകത്ത് മുഴുവനുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് ഒത്തുകൂടാനും കഴിയുക എന്ന് പറയുന്ന ഒരു നിലപാട് ആണ് ഇടതുപക്ഷം ഇപ്പൊ എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ട് അത് ഇടതുപക്ഷത്തെ അടിക്കാനോങ്ങുന്ന ഒരു വടിയായി BJP-യും സംഘപരിവാറും എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ലോകത്ത് പരിസ്ഥിതി അതിലോല പ്രദേശമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ അല്ലാതെ ഒരു തരത്തിലും ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയും അവിടെ നടത്താനാവില്ല എന്നത് നമുക്കറിയാം. അപ്പോഴും പരിവേദനങ്ങളും പരിഭവങ്ങളും പരാതികളുമായി നിലവിൽ ഇങ്ങനെ സംഘപരിവാർ സംഘടനകൾ വിലപിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനമാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ മറ്റിതര മാതൃകകൾ ഇക്കാര്യത്തിലുണ്ട്. അമർനാഥ് ക്ഷേത്രം ഒരു ഉദാഹരണമായി നമുക്കെടുക്കാം. ജമ്മുവിലെ വൈഷ്ണവ് ദേവി ക്ഷേത്രം നമുക്കൊരു മറ്റൊരു ഉദാഹരണം എടുക്കാം. അവിടെ ഒക്കെ തന്നെ തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന സമീപനങ്ങൾ, ആ സമീപനം പോലും അതിലും അതിവിപുലമായ സൗകര്യങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ളത് എന്ന വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ്. ഇതൊരു വെറും കപട പ്രചരണം മാത്രമാണ്. ഇപ്പോ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഒരു വിമാനത്താവളമോ വരിക എന്ന് വന്നാൽ
ലോകത്താകമാനമുള്ള ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് സമയക്കുറവിന്റെ കാലഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് എത്തപ്പെടുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ എന്തിനാണ് ഈ BJPയും സംഘപരിവാർ സംഘടനകളും ഇത്ര വേദനകളോടുകൂടി ഇത് കാര്യത്തെ കാണുന്നത്? ലോക അയ്യപ്പ സംഗമം നടത്തുക വഴി ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളെ ഒരുമിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ആ അഭിപ്രായത്തിന്റെ കൂടി കേൾക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പോ അതിൽ BJPയോ സംഘപരിവാർ സംഘടനകളോ അങ്ങനെ ആദി കൂടേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ വളരെ ലളിതമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ചത് ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളെ എന്തുകൊണ്ടാണ് ഈ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത്? ഞാൻ കേട്ടില്ല, ചോദ്യം കേട്ടില്ല. ഹൈന്ദവ സംഘടനകളുടെ, അയ്യപ്പ സമാജത്തിൻ്റെ നിരവധി സേവാ സംഘടനകളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന. അവരുടെ ഒന്നും പ്രതിനിധികളെ എന്തുകൊണ്ട് സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് പോലും ക്ഷണിച്ചില്ല? ഇനി സംഗമത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള കണ്ടറിയണം. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസ്ഥാനത്തെ 2 കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കും എന്നാണ് പറഞ്ഞത്. ഹൈന്ദവ സംഘടനാ നേതാക്കളെ ക്ഷണിക്കും എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. പണ്ട് ഇതുപോലെ പറഞ്ഞ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. പത്മകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല യുവതീ പ്രവേശത്തിലെ സത്യവാങ്മൂലം തിരുത്തണം എന്ന് പറഞ്ഞ പത്മകുമാറിനെ ശാസിച്ചതും നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണമായി. അപ്പോൾ ഈ പ്രശാന്തിൻ്റെ വാക്കുകൾ ഒന്നും മുഖവിലക്ക് എടുക്കുന്നില്ല. അപ്പോൾ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞു ശബരിമലയുടെയും അയ്യപ്പൻ്റെയും പവിത്രത സംരക്ഷിക്കാൻ ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സർക്കാരാണ് എന്ന രീതിയിൽ. ഏത് രീതിയിലാണ് പവിത്രത സംരക്ഷിച്ചത്? അതേസമയം ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കുന്ന സമീപനമല്ലേ അഡ്വക്കേറ്റ് അസ്ക നാളിതുവരെയായും സ്വീകരിച്ചു പോകുന്നത്? ഇത് വീണ്ടും ശബരിമലയെയും അയ്യപ്പനെയും അധിക്ഷേപിക്കുന്ന ഒരു 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 പൊറാട്ട് നാടകത്തിന് വേദിയൊരുക്കുകയല്ലേ പമ്പയിൽ? ഇതില് ഞാൻ അതുകൊണ്ട് ആദ്യം വേണ്ടി സൂചിപ്പിച്ചത്, ഈ കേരളത്തിലെയും ഇന്ത്യയിലും ലോകത്താകമാനമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസ സംഘടനകളെയും ചേർത്തു നിർത്തിക്കൊണ്ടാണ് ഈ സംഗമം നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും സംഘടനകളെ ഒഴിവാക്കി നിർത്തി എന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്നിടത്താണ് ഇപ്പോ 2 കേന്ദ്രമന്ത്രിമാരെയും കേരളത്തിലുള്ള 2 കേന്ദ്രമന്ത്രിമാരെയോ സ്വദേശത്തുള്ളവർ വരണ്ടേ? അല്ല, എല്ലാ ആളുകളെയും ക്ഷണിക്കുമെന്നേ. ഇത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ ഇടപെടും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു വിശാല മനോഭാവം രൂപീകരണത്തില് ഈ പൃഥ്വിപാലിനെ പോലുള്ളവരെയൊക്കെ ക്ഷണിക്കേണ്ടതല്ലേ? അല്ല, അത് വിളിക്കപ്പെടും. അതിപ്പോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ മാത്രം വിളിച്ചില്ല എന്നുള്ളതല്ല. ഇതില് ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് തിരിച്ചറിയാൻ കഴിയുന്ന മുഴുവൻ ആളുകളെ കാര്യത്തിൽ വിളിക്കപ്പെടും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. അപ്പൊ ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അസ്കർ ഈ സർക്കാരിനുള്ളത്? അല്ല, അതാണ് നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ അല്ലേ, രാധാകൃഷ്ണൻ അവിടെ പോയി തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസർ പോലെ ഇങ്ങനെ തുടച്ച് അപമാനിച്ചത് നമ്മൾ കണ്ടതാണ്. വാസവൻ അതിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നെഞ്ച് വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സ്വരാജ് പറഞ്ഞത് അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്ന പ്രസ്താവന ഇറക്കിയത്. വേദി കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ ശബരിമലയെയും ശബരിമലയിലെ ആചാരങ്ങളെയും എല്ലാം കളിയാക്കിയ, പരിഹസിച്ച, അതിനെ നിന്ദിച്ച ആളുകൾ നടത്തുന്ന ഒരു സംഗമം, അത് എങ്ങനെ ഈ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആചാര അനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് പറഞ്ഞു. ആരെയാണ് സാർ നിങ്ങൾ വിളിക്കാൻ പോകുന്നത്? ഏത് അയ്യപ്പ സംഘടനയുടെ പ്രതിനിധികളെയാണ് വിളിക്കാൻ പോകുന്നത്? അന്നമ്പേര് അതാണ് പറയുന്നത്. ഈ ലോക അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് അവിടെ പങ്കെടുക്കാന്നേ. ആരെയും നിയന്ത്രിക്കാനോ ആരെയും പിടിക്കാതിരിക്കാനോ പോകുന്നില്ല. സംസ്ഥാനത്ത് വരുന്നില്ലേ? അല്ല, നിങ്ങൾ പിണറായി ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ വരുന്നുള്ളൂ എന്നുണ്ടോ? അങ്ങനെയല്ല, വളരെ കൃത്യമായി ക്ഷണിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും അവിടെ ചെല്ലുന്നതിന് ഒരു തടസ്സമില്ല. ഈ സംഗമത്തിൽ ക്ഷണിച്ച് സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറം
നിങ്ങൾക്ക് ശബരിമലയോട് ഈ തീർത്താൽ തീരാത്ത സ്നേഹമുണ്ടെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനത്തിന് പോകുന്നത് ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ തീർത്ഥാടനത്തിന് പോകാറുള്ളത്? കൃത്യമായി വ്രതം അനുഷ്ഠിച്ച് ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നത്, തീർത്ഥാടകർ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരൊറ്റ പരാതി അയ്യപ്പനെ കാണാൻ പിണറായിയുടെയോ വാസവന്റെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല അയ്യപ്പനെ കാണാൻ. ഇതിങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചതുകൊണ്ട് എന്താണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് അറിയാനുള്ള ഒരു അവകാശം അയ്യപ്പ ഭക്തർക്കില്ലേ അഡ്വക്കേറ്റ് ആസ്ക? നിങ്ങൾ ഇതൊന്നും വിട്ടു പറയുന്നില്ല, എന്തോ ഒരു രഹസ്യം പോലെ കൊണ്ടു നടക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സംഘം നടത്തുന്നത്? അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. അയ്യപ്പനെ കാണാൻ എപ്പോൾ വേണമെങ്കിലും ആർക്കും പോവാം, കയറി ചെല്ലാം നട തുറക്കുന്ന സമയത്ത്. അതിന് പിണറായിയോ അല്ലെങ്കിൽ വാസവനോ സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് ലൈസൻസ് ഒന്നും തരേണ്ട ആവശ്യമില്ല. അത് വേറെ കാര്യം. അല്ല, ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ കാണുന്ന വിചിത്രവാദ മുഖങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ശബരിമല ഒരു വിവാദ സ്ഥാനമായി നിലനിർത്തണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ആചാരാനുഷ്ഠാനങ്ങൾ, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത വാദമുഖങ്ങളും നിലവിലുള്ള സാഹചര്യമുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങൾ കാലാകാലങ്ങളായി മാറ്റവും വന്നിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ വരുന്നില്ല. നിങ്ങൾക്ക് ശബരിമലയും സുപ്രീം കോടതി വിധിയെ തുടർന്ന് വന്നിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളും വീണ്ടും നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഓർമ്മിപ്പിക്കണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിലൊരു പ്രത്യേകിച്ച് അസ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയല്ല, അസ്വാഭാവികമായ ഒരു ചടങ്ങല്ല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം ഇതിലെന്തോ അസ്വാഭാവികതയുണ്ട് എന്ന് വരുത്തി തീർക്കുകയും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം ചർച്ചയിലേക്ക് എത്തിക്കണം എന്ന നിങ്ങളുടെ അസ്വാഭാവികമായിട്ട് തോന്നുന്നത് അവിശ്വാസികളാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അസ്വാഭാവികമായിട്ട് തോന്നുന്നത്. പൃഥ്വിപാലിന് എന്തോ ചോദിക്കാനുണ്ട്. പൃഥ്വിപാൽ ഒരു മിനിറ്റ്. ഇപ്പോൾ ഹസ്കർ പറഞ്ഞു, കേൾക്കാം. കേൾക്കാമോ? പറഞ്ഞോളൂ കേൾക്കാം. ഇപ്പോൾ ഹസ്കർ പറഞ്ഞു നമ്മൾക്ക് മനഃപൂർവ്വം വിവാദങ്ങളിലേക്ക് തള്ളിവിടേണ്ട സാഹചര്യം സംഘപരിവാറിനുണ്ട് എന്ന്. സംഘപരിവാർ ഇതിനകത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ വിവാദങ്ങൾ ശബരിമലയെ എന്നും പിടികൂടിയിട്ടുണ്ട്. 50കളിലെ ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ച് വിഗ്രഹം തച്ചുടയ്ക്കുന്ന വിവാദമായിരുന്നു ഉണ്ടായത്. അതിൻ്റെ ഉത്തരവാദികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനുശേഷം നിലയ്ക്കൽ കുരിശ് വിവാദമായിരുന്നു ഉണ്ടായിരുന്നത്. വരാത്ത സെൻറ് തോമസിൻ്റെ ഇല്ലാത്ത കുരിശിനെ അവിടെ സ്ഥാപിച്ച് ഒരേക്കർ ഭൂമി ഉടൻ തന്നെ പള്ളി വയ്ക്കാൻ വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള വിവാദമായിരുന്നു അത്. അതിൻ്റെ കാരണക്കാരെ, അതിൻ്റെ ഗൂഢാലോചന ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അതിനുശേഷം മേൽശാന്തിയെ ആങ്ങമൂഴി പള്ളിയിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കുന്ന വിവാദമായിരുന്നു. എന്തിനു വേണ്ടി ശബരിമല മേൽശാന്തിയെ അവിടെ കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ച് അതിൻ്റെ പ്രചരണം നടത്തിയെന്നുള്ള അതിൻ്റെ ഗൂഢാലോചന ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശബരിമലയിലെ അരവണ നിവേദ്യ സാധനത്തിലെ എലിവാൽ കണ്ടെത്തിയ അതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകളെ ഇതുവരെ പുറത്തു കൊണ്ടുവരാൻ ഇവിടുത്തെ ഒരു സർക്കാരിനും അന്വേഷണ ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. തന്ത്രിയെ ആസൂത്രിതമായിട്ട് തന്ത്രിയെ വിവാദത്തിൽ കുരുക്കി ഹണി ട്രാപ്പിൽ പെടുത്തുന്ന നടപടി ഉണ്ടായി. ഇതിൻ്റെ ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ തന്ത്രി വിവാദമുണ്ടായ സന്ധ്യയെ ഹണി ട്രാപ്പിൽ പെടുത്തിയ അതേ സമയത്താണ് സുപ്രീം കോടതിയിൽ ആ വർഷം തന്നെ അതേ തൊട്ടടുത്ത മാസമാണ് ഈ യുവതീ പ്രവേശനത്തിനുള്ള കേസ് ഫയൽ ചെയ്യുന്നത്. ആ വർഷം തന്നെയാണ്. പിന്നീട് 2 ദുരന്തങ്ങളുണ്ടായി. പുല്ലുമേട് ദുരന്തമുണ്ടായി, അതുപോലെ തന്നെ ഹിൽ ടോപ്പിൽ ദുരന്തമുണ്ടായി. ഈ ദുരന്തങ്ങളുടെയൊക്കെ സംവിധാനങ്ങൾ അല്ലെ അതിൻ്റെ ഗൂഢാലോചനകൾ അതിനെപ്പറ്റിയുള്ള സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല. ഏറ്റവും അടുത്ത് മുല്ലപ്പെരിയാറിൻ്റെ വിവാദമുണ്ടായ സമയത്ത് വിവാദ കത്തി നിൽക്കുമ്പോൾ അതിർത്തിയിലെ തമിഴ്നാട്ടുകാരായ അയ്യപ്പ ഭക്തന്മാരെ തടഞ്ഞ് അവരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ആ അതിൻ്റെ അന്വേഷണം ഇതുവരെയും എത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഏലക്ക വിവാദം, ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഏലക്കയിൽ വിഷാംശമുണ്ടെന്ന് പറഞ്ഞ് അരവണ പായസം കോടിക്കണക്കിന് രൂപയുടെ അരവണ അവിടെ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ ഏലക്ക തന്നെയാണ് പന്തളത്തും എരുമേലിയിലും നിലയ്ക്കലും ഒക്കെ പായസത്തിൽ ചേർത്ത് വിതരണം നടത്തിയത്. ഇങ്ങനെ ശബരിമലയിലെ മാത്രം ഏലക്കയിൽ വിവാദം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ വിവാദം പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നിട്ടില്ല. മോൻസൺ മാവുങ്കലിൻ്റെ ചെമ്പോല തിട്ടൂരത്തിൻ്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നിട്ടില്ല. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട്
അവിടെ ശബരിമലയുടെ പശ്ചിമ ദേവസ്വത്തിൻ്റെ 200 ഏക്കർ ഭൂമി, 900 ഏക്കർ ഭൂമിയിലെ 200 ഏക്കർ ഭൂമി പശ്ചിമ ദേവസ്വത്തിൻ്റെതാണെന്നിരിക്കെ അത് അവിടുത്തെ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ അവസാനമായിട്ടൊരു നിയമ ഉത്തരവ് വന്നിട്ടുണ്ട്. കൈവശ ഭൂമികളൊക്കെ അവരുടെ കൈവശ അവകാശം കൊടുക്കുന്ന തരത്തിലേക്ക്. ഈ ക്ഷേത്രഭൂമിയാണ് ഈ കൈവശം വെച്ചിരിക്കുന്നത്, ഈ എസ്റ്റേറ്റ് ഭൂമിയൊക്കെ. ഈ വിവാദങ്ങളൊക്കെ എന്താണ്? ശബരിമല എല്ലാ കാലത്തും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതാരാണ്? ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൻ്റെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആകെ സർക്കാരിന് ചെയ്യാനുണ്ടായിരുന്നത് പമ്പയിലിരിക്കുന്ന ഒരു ബോർഡ് എടുത്തു മാറ്റുക എന്നുള്ളതാണ്. അവിടെ യുവതികൾക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ള ബോർഡ് എടുത്തു മാറ്റുക എന്നുള്ളതാണ് സർക്കാരിന് ചെയ്യാനുള്ളത്. ആ ബോർഡ് എടുത്തു മാറ്റുന്ന ചടങ്ങ് കഴിഞ്ഞാൽ അവിടുത്തെ വിധിയുടെ നടപടി കഴിഞ്ഞു. പക്ഷേ ആളുകളെ മനഃപൂർവ്വമായിട്ട് തള്ളിക്കയറ്റാനായിട്ട് ഗൂഢാലോചന നടത്തി സർക്കാരിൻ്റെ പോലീസിൻ്റെ ഒത്താശയോടുകൂടി മനഃപൂർവ്വം അവിടെ ആളുകളെ കൊണ്ടുവരുന്ന നടപടി എന്തിനു വേണ്ടിയായിരുന്നു? ഇത് ഗൂഢാലോചന, കച്ചവട ഗൂഢാലോചന തന്നെയാണ്. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കണം, തിരക്ക് വർദ്ധിക്കുന്നതിൻ്റെ കൂടെ വരുമാനം വർദ്ധിക്കണം. ഈ വരുമാന വർധനവ് മാത്രമല്ല, ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ശബരിമല കൂടുതൽ ദിവസങ്ങൾ, കൂടുതൽ മണിക്കൂറുകൾ തുറന്നിരിക്കണം. ഇപ്പോൾ തന്നെ ശബരിമലയിലെ ദർശന സമയം പരമാവധി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദർശന സമയം ദീർഘിപ്പിച്ചിട്ട് പോലും അവിടെ ആൾക്കാർക്ക് ദർശനം ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ ദിവസം കൂട്ടണം. പൂർണ്ണമായിട്ടും 365 ദിവസവും തുറന്നിരിക്കുന്ന തരത്തിലേക്ക് ശബരിമലയെ മാറ്റുക. അതിൻ്റെ കച്ചവട സാധ്യത കേരളത്തിലുടനീളം ഈ ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്തുക. ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ടൂറിസം അല്ല, ആധ്യാത്മികതയുടെ ഉന്നത തലത്തിലാണ്. ഹസ്കർ സൂചിപ്പിച്ചു അമർനാഥിലെയും അതേപോലെ തന്നെ വൈഷ്ണോദേവിയിലെയും ഒക്കെ തീർത്ഥാടന കേന്ദ്രങ്ങൾ. അദ്ദേഹം ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ എവിടെയെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? ഈ ഭാരതത്തിലുടനീളമുള്ള അനേകം തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരെങ്കിലും അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതി പോയി കാണാൻ തയ്യാറാകണം. കാശിയിലെ കോറിഡോർ പോയി കാണാൻ തയ്യാറാകണം. മഹാകാലേശ്വരിലെ ഇപ്പോൾ നടക്കുന്ന വികസനങ്ങൾ പോയി കാണാൻ തയ്യാറാകണം. അമർനാഥിലെ തീർത്ഥാടകർക്ക് എങ്ങനെയാണ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, അവിടുത്തെ കൊടും തണുപ്പിലും മഞ്ഞിലും ഒക്കെ അവർക്ക് എങ്ങനെയാണ് സൗകര്യങ്ങൾ കൊടുക്കുന്നതെന്നൊന്ന് പോയി പഠിക്കാനെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ വിദഗ്ധ സംഘം തയ്യാറാകണം. അതിനനുസരിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാനുകൾ നടപ്പാക്കേണ്ടത് ശബരിമലയുടെ മലമുകളിലല്ല, പരിസര പ്രദേശം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം നടപ്പാക്കണം, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നടപ്പാക്കണം. തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിലെ ഇടത്താവളങ്ങളിൽ പരമാവധി ആൾക്കാർക്ക് വിരിവെച്ചു തങ്ങാനുള്ള അടിസ്ഥാന സൗകര്യം നടത്തുവാനുള്ള സംവിധാനം നടത്തപ്പെടണം. അതല്ലാതെ ഈ ആഗോള നിക്ഷേപ സംഗമം കൊണ്ട് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് കരാറുപണി കൊടുക്കുവാനും ഈ തീർത്ഥാടന കാലത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നവരുടെ ഇരുമുടിക്കെട്ടിനകത്തിൽ സ്വർണം കടത്തുവാനും ഉള്ള പരിപാടിയാണ് ഈ നിക്ഷേപ സംഗമമെങ്കിൽ അതിനെ വിശ്വാസികൾക്കും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും നേരെ ശബരിമലയിലേക്ക് വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങാനല്ല താല്പര്യം. എരുമേലിയിൽ നിന്ന് കാനനപാതകളിൽ പരമ്പരാഗതമായ അനുഷ്ഠിക്കേണ്ട ചടങ്ങുകളുണ്ട്. പന്തളം മുതൽ തിരുവാഭരണ പാതയിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചടങ്ങുകളുണ്ട്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടപ്പാക്കി 41 ദിവസത്തെ വ്രതമനുഷ്ഠിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റെങ്കിലും അയ്യപ്പ ആചാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ബന്ധപ്പെട്ട അയ്യപ്പ ഗീതയോ അല്ലെങ്കിൽ ഭൂതനാഥ സർവസ്വമോ ഭൂതനാഥോപാഖ്യാനമോ ഒക്കെ എടുത്ത് അതിൻ്റെ എങ്ങനെയാണ് ആചാരങ്ങളെന്നുള്ള ഭാഗമെങ്കിലും ആ 2 വരിയെങ്കിലും വായിക്കാൻ തയ്യാറാകണം. അവർക്കെങ്ങനെയാണ് വരുന്നവരെ എങ്ങനെയാണ് സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ള സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തേണ്ടത്. 41 ദിവസം വ്രതമെടുത്ത് വരുന്ന ഭക്തരാണ് അവിടെ വരേണ്ടത്, അല്ലാതെ നിക്ഷേപകരല്ല, VIP ഭക്തരല്ല. വരുന്നവരെല്ലാം അയ്യപ്പ ഭക്തന്മാരല്ല, സ്വാമിമാരാണ്. ആ സ്വാമിമാരെന്നുള്ള രീതിയിൽ അവരെ കരുതാനും പോലീസുകാരുടെ ആക്രോശം വേണമെങ്കിൽ പോടാ തൊഴുതിട്ട് എന്ന് പറയുന്ന സന്നിധാനത്ത് നിന്ന് പലപ്പോഴും കേൾക്കുന്ന കാഴ്ചയാണ്. എടാ പോടാ വിളികളൊക്കെ അടുത്ത സമയത്ത് വന്നതാണ്. സ്വാമി എന്നല്ലാതെ ഒരു പോലീസുകാർ പോലും, ഒരു പോലീസ് അയ്യപ്പൻ പോലും, അങ്ങനെയാണ് അവരെ സംബോധന ചെയ്യുന്നത്. പോലീസുകാരെ പോലും പോലീസ് അയ്യപ്പൻ എന്ന് സംബോധന ചെയ്തിരുന്ന സമയത്ത് സ്വാമി എന്ന് വിളിക്കുന്നതിന് പകരം എടാ എന്നും പോടാ എന്നും വിളിച്ച് സംബോധന ചെയ്ത് ചൂരൽ വടി കൊണ്ട് അടിച്ച് ഈ കാളച്ചന്തയിലേക്ക് കാളകളെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഈ ക്യൂ കോംപ്ലക്സുകളിലേക്ക് തള്ളിക്കയറ്റി നിർത്തുന്ന സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. നിങ്ങൾ പോയി കാണാൻ തയ്യാറാണ് വൈഷ്ണോദേവിയിൽ എങ്ങനെയാണെന്നും അതേപോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്കുള്ള കരാറുപണി ഏർപ്പെടുത്താനും അതിൻ്റെ നിക്ഷേപത്തിൻ്റെ ലാഭം കൊയ്യാനുമാണ് അയ്യപ്പ സംഗമമെങ്കിൽ
വിശ്വാസികൾക്ക് അവിടെ തിരക്ക് വർദ്ധിക്കണമെന്നോ വരുമാനം വർദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ ഈ ചടങ്ങുകൾക്ക് സൗകര്യങ്ങൾ VIP ദർശനമോ ഒന്നുമല്ല. അവർക്ക് ത്യാഗം സഹിച്ച് കല്ലും മുള്ളും ഒക്കെ ചവിട്ടി തന്നെ നടന്നു പോകുവാനാണ് താല്പര്യം. അല്ലാതെ ട്രെയിനിൽ വന്നിട്ട് നേരെ പമ്പയിൽ ഇറങ്ങി അവിടുന്ന് ഹെലികോപ്റ്ററിൽ പോകുന്നതിൽ ഒരു അയ്യപ്പ ഭക്തനും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേറെ ഇടങ്ങളുണ്ട്. തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പരമമായ 41 ദിവസത്തെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് വരുന്നവർക്ക് അവരുടെ ചടങ്ങുകളെ നിർവഹിക്കാനുള്ള ആവശ്യമായ നടപടികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിനുള്ള ആവശ്യത്തിൽ കൂടുതൽ പണം ശബരിമലയ്ക്ക് ലഭിക്കുന്നുണ്ട്. ശബരിമലയ്ക്ക് ലഭിക്കുന്ന പണം കൊണ്ടാണ് 1400 ചില്ലുവാനം ക്ഷേത്രങ്ങൾക്കുള്ള അല്ലെങ്കിൽ ജീവനക്കാർക്കുള്ള ശമ്പളവും പെൻഷനും വരെ കൊടുക്കുന്നത്. ആ തുക എടുത്ത് ശബരിമല വികസനത്തിന്, ശബരിമലയിലെ ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നിലവിലുള്ള ഒരു മരം പോലും മുറിക്കാതെ ശബരിമലയിലെ കാനനത്തിലുള്ള ഒരു മൃഗങ്ങൾക്ക് പോലും ശല്യമുണ്ടാകാത്ത തരത്തിലുള്ള വികസനമാണ് നടത്തേണ്ടത്. നടത്തുന്നതിനോട് യോജിക്കാനായിട്ട്, നടത്തുന്നതിന് എല്ലാ പിന്തുണയും നൽകാനായിട്ട് ഇവിടെ എല്ലാ അയ്യപ്പ ഭക്ത സംഘടനകളും തയ്യാറാണ്. അല്ലാതെ ഇത്തരത്തിലെ VIP ഭക്തന്മാരുടെ VIP വിസിറ്റിനുള്ള ഇടമാക്കുവാൻ ഹെലിപ്പാഡുകളും റോപ്പ് വേയും ഒക്കെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് തിരക്ക് വർദ്ധിപ്പിച്ച് സാധാരണ ഭക്തന് തൊഴാൻ പോലും ഒക്കാത്ത സ്ഥിതി വന്ന് ഇത് ഒരു 365 ദിവസവും തുറക്കുന്ന വരുമാന സ്രോതസ്സാക്കി മാറ്റുവാനുള്ള നടപടികളെ എതിർക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അഡ്വക്കേറ്റ് അസ്ക, വിവാദങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഹ്രസ്വമായി പൃഥ്വിരാജിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് അസ്ക, സുഗമമായ ദർശനം ഉറപ്പുവരുത്തിയാൽ മതി. മാത്രമല്ല, അടിസ്ഥാന സൗകര്യം വികസനം എന്ന് പറയുന്നത് ശബരിമലയിലാവണമെന്നില്ല. താങ്കൾ അനുമതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമൊക്കെ നടത്തി. അതൊന്നും വേണ്ട. ചെങ്ങന്നൂരും തിരുവല്ല അവിടെയൊക്കെയുള്ള വികസനം മതി. അതിൽ പോലും ശ്രദ്ധിക്കാത്ത സർക്കാർ ഇങ്ങനെ ഒരു ആഗോള സംഗമം വിളിച്ച് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അന്നന്റെ ഇതില് അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ചിട്ടുള്ള ശബരിമലയുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു വിവാദ വിഷയമായി ഉയർത്തിക്കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിവാദ വിഷയങ്ങളാകുക അല്ല ഇടതുപക്ഷവും സർക്കാരും ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നതെന്ന് വേണം നാം അനുമാനിക്കാൻ. ഇപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞപ്പോൾ വൈഷ്ണോദേവി ക്ഷേത്രത്തെയും അതുപോലെ തന്നെ അമർനാഥ് ക്ഷേത്രത്തെ സംബന്ധിച്ചും ഉദാഹരണം പറയുമ്പോൾ ആ ഉദാഹരണങ്ങൾ അനുഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. അവിടുത്തെ സൗകര്യത്തെക്കാളും എത്ര മനോഹരമായ സൗകര്യങ്ങളാണ്, എത്ര അധികം ആളുകൾ വന്നു പോകുന്ന ശബരിമല തീർത്ഥാടന കാലത്ത് ഈ തീർത്ഥാടന ഘട്ടത്തിൽ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചെയ്യുന്നത് എന്നത് ഒരു കുറ്റവും പറയാൻ കഴിയാത്ത തരത്തിലാണ് കഴിഞ്ഞ മണ്ഡലകാലം കടന്നുപോയത് എന്ന വസ്തുതകളെ കൂടി മുന്നിൽ വെച്ച് വേണം നാം കരുതാൻ. 80,000 മുതൽ 1,00,000 ആളുകളെ ഒരു ദിവസം ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ആ കുറ്റമറ്റ രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിയും വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ റോപ്പ് വേ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു എങ്കിൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വസ്തുണ്ട്. നമ്മൾ പുതിയ ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. പുതിയ ലോകക്രമം 41 ദിവസം വ്രതമെടുത്ത് വരുന്ന ഭക്തന്മാരെ എണ്ണം പോലും കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ കാഴ്ചപ്പാടിൽ കാണണം. ഇപ്പോൾ പഴയതുപോലെ ചെരുപ്പിടാതെ ഈ 41 ദിവസവും കേരളത്തിലെ നമ്മളിങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ച അയ്യപ്പ ഭക്തന്മാരെ തീർത്ഥാടന കാലത്ത് അങ്ങനെ കാണാറില്ല. വളരെ അപൂർവം ആയിട്ട് അത്രയും കഠിന വ്രതത്തിലൂടെ ഒക്കെ വരുന്ന ആളുകളെയാണ് നമ്മൾ വസ്തുതകളായി തന്നെ നാം സമീപിക്കണം. ഇപ്പോ പരമ്പരാഗത രീതിയിൽ തന്നെ വീണ്ടും നമുക്ക് ശബരിമല ക്ഷേത്രത്തെ കൊണ്ടുപോകണം എന്നും അത് ആചാരാനുഷ്ഠാനങ്ങൾ ഒരു തരത്തിലുള്ള ഭേദഗതിയും വരുത്താതെ തന്നെ വേണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഒരു സംശയമില്ല. മാത്രമല്ല, തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അല്ല, നിശ്ചയമായും ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു ലംഘനവും ഉണ്ടാവാതെ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എന്റെ. തീർച്ചയായും കൊണ്ടുപോകണം ആസ്കർ. അല്ല, ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു തരത്തിലും ഒരു മാറ്റവും ഉണ്ടാവാത്ത തരത്തിൽ തന്നെ വേണം. കാരണം അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതി നിയന്ത്രണത്തിൽ കൂടിയാണ്. സത്യവാങ്മൂലം തിരുത്തു ആസ്ക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈ അമ്മമാരുൾപ്പെടെ പിന്നെ തെരുവുകളിൽ നാമജപം ആയിട്ട് മുന്നോട്ട് പോയ പാവപ്പെട്ട അമ്മമാർക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകൾ പിൻവലിക്കൂ. ഞങ്ങൾ ശബരിമലയിൽ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി. ഇങ്ങനെ ഒരു ആഗോള സംഗമത്തിന് തയ്യാറെടുക്കുന്നതിന് മുന്നേ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീടുകളിൽ കയറി നമ്മുടെ സഖാക്കന്മാർ മാപ്പ് പറഞ്ഞ പോലെ ആവരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയട്ടെ,
ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇതില് നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമായിരുന്നില്ല യുവതീ പ്രവേശനം സുപ്രീം കോടതിയുടെ വിധിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് സംസ്ഥാന സർക്കാരെടുത്ത് ഏതോ നിലപാട് കൊണ്ട് ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അത് വളരെ കൃത്യമായി സുപ്രീം കോടതി അത് നമ്മൾ കണ്ടതാണ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പലതവണ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടും അതിലിടപെട്ടില്ല. അന്ന് എന്താ പറഞ്ഞത്? അങ്ങോട്ട് പോലീസ് പോയി കഴിഞ്ഞാൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇത്ര കാലം നീട്ടിക്കൊണ്ടുപോയി. പള്ളിക്കാര്യത്തിൽ വലിയ ജാഗ്രതയായിരുന്നല്ലോ. ശബരിമലയെ അതുപോലെ വിശ്വാസങ്ങൾ അനിക്കാൻ പറ്റില്ല, അല്ലെ ആചാര അനുഷ്ഠാനങ്ങളുടെ കടക്ക് കത്തിവെക്കാൻ പറ്റില്ല, അത് വലിയ പ്രശ്നമാവെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് ആ ചങ്കൂറ്റം സർക്കാരിനുണ്ടായില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ നിരവധി ആചാരങ്ങൾ ശബരിമലയെ സംബന്ധിച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിനിപ്പുറം വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തോ വാദമുഖങ്ങൾ നിർത്തിയോ തീർക്കാനാവുന്നതല്ല. എത്രയോ ആചാരങ്ങൾ ശബരിമലയിൽ മാറ്റം ഉണ്ടായി. അഡ്വക്കേറ്റ് അസ്ക, അങ്ങനെ ആചാരങ്ങളിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് തന്ത്രിമാർ തീരുമാനം എടുക്കട്ടെ, അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിശ്വാസികളായിട്ടുള്ള ആളുകളാണോ തീരുമാനിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് വിശ്വാസമാണോ ഉള്ളത് അഡ്വക്കേറ്റ് അസ്ക? അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ത് വിശ്വാസമുള്ളത്, എന്ത് ഭക്തിയുള്ളത്? വിശ്വാസം പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ഇനിയിപ്പോ നേരത്തെ തീരുമാനിക്കുന്ന പോലെ, നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വരാം എന്ന തീരുമാനം പോലെ ദേവസ്വം ബോർഡുകളിലും മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ വരുന്നതിനുള്ളൊരു തീരുമാനം എടുക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ? വിശ്വാസികളായിട്ടുള്ളവർ മാത്രം മതി എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടേ? അല്ലാതെ അയ്യപ്പനെ കാണുമ്പോൾ അല്ല മുസ്ലിം പിരിച്ചിങ്ങനെ നിൽക്കുന്ന മന്ത്രിയാണോ നമുക്ക് വേണ്ടത്, ദേവസ്വം മന്ത്രി? അത് ഓരോ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ കേന്ദ്രീകൃതമാണ്. വിശ്വാസം ഒരിക്കലും രാഷ്ട്രീയ വിഷയമല്ല. വിശ്വാസം വ്യക്തിപരമായിരിക്കണം. അതാണ് ഇടതുപക്ഷത്തിന്റെ ശൈലിയും. അല്ലെ, കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെ എല്ലാവരും അവിശ്വാസികളാണ് എന്ന് വരുത്തി തീർക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്നും കരുതരുത്. അല്ല, നമുക്ക് വക്കീലിനോട് ചോദിക്കാം. വക്കീലെ, ഈ അസ്കർ പറയുന്നത് സതുദ്ദേശപരമായിട്ട് എടുക്കാൻ പറ്റുമോ? സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കേണ്ട എന്നാണ് അദ്ദേഹം സംക്ഷിപ്തമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. വക്കീലെ, അല്ല, അതില് ഇപ്പൊ ഇവര് പറയുന്നത് ശബരിമലയിൽ വികസനം കൊണ്ടുവരണം, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം, ഇതൊക്കെയാണല്ലോ. ഞാനൊരു തമാശ പറയാം. കേരളത്തിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, കാലടി റെയിൽവേ സ്റ്റേഷൻ. തീവണ്ടി വരാത്ത റെയിൽവേ സ്റ്റേഷൻ. രാത്രി ആയാൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. പകല് ആളുകൾ തുണി ഉണക്കാനിടും, മുളക് ഉണക്കാനൊക്കെ വെക്കും. ഇത് എന്താ അറിയോ? അങ്കമാലി ശബരി റെയിൽപാതയുടെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു. അങ്കമാലിയിൽ നിന്നും ശബരിയിലേക്ക് എരുമേലിയിലേക്ക് ആരംഭിച്ച റെയിൽപാത അങ്കമാലി കഴിഞ്ഞ് പെരിയാർ പുഴയ്ക്ക് കുറുകെ ബ്രിഡ്ജ് കെട്ടി കാലടി എത്തി. കാലടിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. അത് ശ്രീ ഒ രാജഗോപാൽ കേന്ദ്ര മന്ത്രിയായിരിക്കെ 99 മുതൽ 2004 വരെ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് ചെയ്തതാണ്. അത് പണി കഴിയുമ്പോഴേക്കും ഏതാണ്ട് സർക്കാർ താഴെ പോയി. അവിടെ നിന്ന് അത് അങ്ങോട്ട് നീങ്ങിയില്ല, 1 ഇഞ്ച് നീങ്ങിയില്ല, അവിടെ കിടന്നു. UPA സർക്കാർ 10 വർഷം UPA കൊള്ള സംഘം ഇന്ത്യ ഭരിച്ചു. ഒന്നും നടന്നില്ല. 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. എന്തിനാ അവരവിടെ പോയതെന്ന് അവർക്കും അറിയില്ല, പറഞ്ഞയച്ചവർക്കും അറിയില്ല. പിന്നീട് ചർച്ച മാറി. അത് ചെങ്ങന്നൂരിൽ നിന്നാവാം, ശബരി എരുമേലി ആവാം എന്നൊക്കെ പല പല ചർച്ചകൾ നടന്നു. ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ നയത്തിന് മാറ്റം വന്നു. അന്ന് ഫുൾ ചെലവ് കേന്ദ്ര സർക്കാർ എടുക്കുമായിരുന്നു. ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മതിയായിരുന്നു സംസ്ഥാന സർക്കാർ, ബാക്കി എല്ലാ ചെലവും കേന്ദ്രമായിരുന്നു, റെയിൽവേ വകുപ്പായിരുന്നു. ഇപ്പോൾ നയം മാറി 50-50 ആണ്. ഇപ്പൊ അതിന്റെയൊക്കെ ചെലവ്, പദ്ധതി ചെലവ് എത്രയോ കൂടുതലായി. ഇപ്പൊ വീണ്ടും ചർച്ച അങ്കമാലി എരുമേലി എത്തിയിട്ടുണ്ട്. അതിൽ കാലടി മുതൽ ആരംഭിക്കണം. അപ്പൊ ഇതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇതിന് എന്തെങ്കിലും അനുകൂലമായ നിലപാട് കേരള ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ 50% വഹിക്കാം, നമുക്ക് നിർമ്മിക്കാമെന്ന്. 10,000-കണക്കിന് ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് റെയില്. ഇനി പോട്ടെ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുനർനിർമ്മിക്കുകയാണ്. ഒരു അമ്പലത്തിന്റെ മാതൃകയിൽ
ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് കൂടി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിലാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡ് വികസിപ്പിച്ചിട്ടുണ്ടോ? തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡ് വികസിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പൊ വരുന്നവർ കോട്ടയത്തും ഇവിടെയൊക്കെയാണ് ഇറങ്ങുക. ഇപ്പൊ ഇവിടെ ഒന്നും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു പണിയെടുത്തിട്ടില്ല. ഇപ്പൊ അപ്പൊ എന്താണ് പിന്നെ ഇവരുടെ ഉദ്ദേശം? പിന്നെ നേരത്തെ ഭരിച്ച കൂട്ടർക്ക് ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ആ ആറന്മുള വിമാനത്താവളം അത് വയലൊക്കെ നികത്തി ആറന്മുള ഭഗവാന്റെ കൊടിമരം വരച്ചു മരണം എന്ന രീതിയിലുള്ള നിർദ്ദേശമൊക്കെ വരുന്ന രീതിയിൽ നിർമ്മിക്കാൻ പോയപ്പോൾ അത് അനുവദിച്ചില്ല. പിന്നെ എസ്റ്റേറ്റ് നമ്മുടെ എന്താ ബിഷപ്പിന്റെ പേര്, അവന്റെ എസ്റ്റേറ്റ് ഏറ്റെടുത്തത് അവന്റെ ഒന്നും അല്ല, അത് സർക്കാർ ഭൂമിയാണ്. ഏത്? ആ എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണ്. അതിന് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പെട്ടതാണ്. അതിന് അവിടെ എന്താ പറയാ ഇത് കൊടുത്തിട്ടുണ്ട്, പാലാ സബ് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പാട്ടക്കരാറ് കാലാവധി കഴിഞ്ഞ ഭൂമിയൊക്കെ തിരിച്ചു പിടിക്കാൻ. അതിൽ പെട്ടതാണ് ആ സ്വയം പ്രഖ്യാപിത ബിഷപ്പിന്റെ എസ്റ്റേറ്റ്. അത് അവിടെ വിമാനത്താവളം അയാൾക്ക് പൈസ കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് വിമാനത്താവളം ഉണ്ടാക്കാൻ നോക്കി. ഇപ്പൊ അതും അവസാനിച്ചു. ഇപ്പൊ എവിടെ ഒരു പുതിയ വിമാനത്താവളത്തിന് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ശരി, വിമാനത്താവളത്തിൽ ഒരു വിമാനത്താവളം എരുമേലിയിൽ നിർമ്മിച്ചാൽ എത്ര ഫ്ലൈറ്റ് ഒരു ദിവസം വന്നിറങ്ങും? അയോധ്യയിൽ 365 ദിവസവും തുറന്നു വെക്കുന്ന അയോധ്യയിൽ പുതിയ വിമാനത്താവളത്തിൽ എത്ര ഫ്ലൈറ്റ് വരുന്നുണ്ടെന്ന് അന്വേഷിച്ച് നോക്കണം. എത്ര ഫ്ലൈറ്റ് വരുന്നുണ്ടെന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പൊ ഈ ശബരിമലയിൽ 41 ദിവസം മണ്ഡല ഈ സമയത്തും പിന്നെ ഒരു 10-15 ദിവസവും പിന്നെ ഈ മാസത്തിൽ 3-4 ദിവസവും ഉള്ള ശബരിമലയിൽ ഈ വിമാനത്താവളം വെച്ചിട്ട് എത്ര ആയിരം ഭക്തന്മാർക്ക് വരാൻ പറ്റും? അപ്പോ വേണ്ടത് വിമാനത്താവളമല്ല, ഈ റെയിൽപാതയാണ്. ഈ റെയിൽപാതയെ പറ്റി ഗൗരവമായി ചിന്തിക്കണം. ഈ KSRTC ബസ് സ്റ്റാൻഡുകളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതൊക്കെ ചെയ്താൽ അവിടെ എത്തുന്ന യാത്ര ചെയ്ത് ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പുതിയതായി വരുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കാരണം ഈ കൊങ്കൺ റെയിൽ വന്നത് കൊണ്ടുണ്ടായ ഒരു സൗകര്യമാണത്. അവരൊഴുകി വരികയാണ്. ഈ ആളുകളൊക്കെ വരുന്ന സ്ഥലത്ത് അവർ യാത്ര ചെയ്ത് 3-4 ദിവസം യാത്ര ചെയ്ത് വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് തയ്യാറാവേണ്ടത്. അതല്ലാതെ വിമാനത്താവളം പ്രയോറിറ്റി അല്ല. വിമാനത്താവളം പിന്നെ റോപ്പ് വേ ഇസ് എൻ ഇൻസൾട്ട്. ഇഫ് യു ബിൽഡ് എ റോപ്പ് വേ ഇറ്റ് വിൽ ബി എൻ ഇൻസൾട്ട് ടു ശബരിമല. അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ സാധാരണക്കാരായ ഭക്തന്മാർക്ക് മാത്രം വരുന്ന ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, അതാണ് ചെയ്യേണ്ടത്. അതിനെപ്പറ്റി ഇവിടെ ഇദ്ദേഹം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള ശ്രമമാണ് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ശബരി റെയിൽപാതയ്ക്ക് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് നിർമ്മിക്കാൻ ശ്രമിക്കുക. കാലടി റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ രാത്രിയായ സാമൂഹ്യ വിരുദ്ധയുടെ കേന്ദ്രമാണ്. അതൊക്കെ ഒന്ന് മാറി അവിടുന്ന് തീവണ്ടി വീണ്ടും റെയിൽപാത മുന്നോട്ട് വന്ന് എരുമേലി വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത്. അതല്ലാതെ ഈ അയ്യപ്പന്റെ ആഗോള സംഗമം നടത്തി 4 കാശ് ആ വഴി കിട്ടും, ഇത് വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകും. ആരോ പറഞ്ഞു എല്ലാ സ്റ്റാർ ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ബാർ അറ്റാച്ച്ഡ് സ്റ്റാർ ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട്, തിരുത്തി പറയണം. അതുകൊണ്ട് ഈ ജാതി പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒരിക്കൽ കൈ പൊള്ളിയതാണല്ലോ, ഒരിക്കൽ കണ്ടു പഠിക്കാത്തവൻ കൊണ്ടു പഠിക്കണം. കൊണ്ടും പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ കൊണ്ടതാണല്ലോ കളിക്കാൻ പോയിട്ട്. അപ്പൊ അതിന് മെനക്കെടണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. മെനക്കെട്ടാൽ ബുദ്ധിമുട്ടാവും. പിന്നെ BJP രാഷ്ട്രീയം കളിക്കും. പിന്നെ ഞങ്ങള് മോക്ഷം കിട്ടാനൊന്നല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങള് മോക്ഷം കിട്ടാനൊന്നല്ല രാഷ്ട്രീയത്തിൽ. ഞങ്ങൾ ഇത് വിഷയമാക്കുക തന്നെ ചെയ്യും. അവിടെ ശബരിമല കയറി വേണ്ടാത്ത കളി കളിക്കാൻ പോയാൽ ഞങ്ങൾ ഇത് രാഷ്ട്രീയ വിഷയമാക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും ഇല്ല. ഞങ്ങളെ കുറ്റം പറയാൻ വന്നിട്ടൊന്നും കാര്യവുമില്ല. അത് മനസ്സിലാക്കുക, കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. ഉദ്ദേശം സത്യസന്ധമായിരിക്കണം. ഉദ്ദേശം സതുദ്ദേശമായിരിക്കണം. അയ്യപ്പ ഭക്തർക്ക്, വരുന്ന സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുന്ന എന്തിനോടും സഹകരിക്കും. അതല്ലാത്ത എന്തിനേയും എതിർക്കുക തന്നെ ചെയ്യും. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. എന്തായാലും ആഗോള നിക്ഷേപക സംഗമം അല്ല, ആഗോള അയ്യപ്പ സംഗമം, അങ്ങനെയാണല്ലോ അതിനെ വിളിക്കുന്നത്. നിക്ഷേപക സംഘവുമായിട്ട് മുന്നോട്ട് പോകും. വലിയ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ
അയ്യപ്പ വിശ്വാസികൾ പങ്കെടുക്കില്ല, മാത്രമല്ല സ്റ്റാലിൻ വിട്ടുനിന്നിട്ടുണ്ട്. സ്റ്റാലിൻ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു സംഗമം നടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ കൂടി പറയുക. അതിനുശേഷം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പോൾ ഹസ്കർ പറഞ്ഞു, ശബരിമലയിൽ കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും. മനഃപൂർവ്വം ഉണ്ടാക്കിയ പല മാറ്റങ്ങളും അംഗീകരിക്കാൻ യഥാർത്ഥ വിശ്വാസികൾ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, വിശ്വാസികളും അവിശ്വാസികളും കൂടാതെ സന്ദേഹികളായിട്ടുള്ള ഒരു വർഗം കൂടിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, ആചാരം അതെങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപടി നിലനിർത്തി ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് ആ കൃത്യമായ പാതയിലൂടെ തന്നെ പോകാനാണ് വിശ്വാസികളുടെ ആഗ്രഹം. അത് വിശ്വാസികൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതാത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് വിശ്വാസികൾ വരുന്നത്. അവർ എത്തുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ ചടങ്ങുകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതിന് എത്ര ദിവസം താമസിച്ചാലും നഗ്നപാതരായിട്ട് തന്നെയാണ് യാത്രകൾ ചെയ്യുന്നത്. അല്ലാതെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലേക്ക് വരേണ്ട കാര്യമേ ഇല്ല. മന്ത്രിയായാലും ദേവസ്വം പ്രസിഡന്റ് ആയാലും ഈ വിശ്വാസത്തെ വണങ്ങാത്ത, താല്പര്യമില്ലാത്ത ആളുകൾ ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് വരേണ്ട കാര്യമില്ല. അവരവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്കിയാൽ മതി. അതിന് ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്ന് ചാനലുകളുടെ മുന്നിൽ ഞാനിതിൻ്റെ ആളല്ല എന്ന് കാണിക്കാൻ നമസ്കരിക്കാതെ നിൽക്കേണ്ട കാര്യമില്ല. അവരകന്ന് നിൽക്കുക. അവിശ്വാസികളല്ലാത്തവർ അകന്ന് നിൽക്കുക. പിന്നെ ഇതൊന്നും അല്ലാത്ത സന്ദേഹികളായിട്ടൊരു വർഗമുണ്ട്. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്നാലുണ്ട്. ബിരിയാണി കൊടുത്തെങ്കിലോ എന്ന് വിചാരിച്ച് വരുന്നവർ അവിടെ കവറിലടച്ചും കുപ്പിയിലാക്കിയും ഒന്നും പുണ്യം വിൽക്കുന്ന സ്ഥലമല്ല. കാശ് കൊടുത്ത് വാങ്ങിക്കാനും കിട്ടില്ല. അവിടെ കൃത്യമായ ആചരണങ്ങളുടെ ലോകത്തിലെമ്പാടും അനേകം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ പോയി അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കാനായിട്ട് എല്ലാ വിശ്വാസിക്കും അവിശ്വാസിക്കും സന്ദേഹിക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് കൂടാതെ തന്നെ സന്ദേഹികളായിട്ടുള്ളവർ വിശ്വാസത്തിലേക്ക് വരിക. കേവലം ശബരിമലയുടെ ആചാരങ്ങൾ എന്താണെന്നെങ്കിലും പഠിക്കാൻ തയ്യാറാകുക. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പഠിക്കാം, മന്ത്രിക്കും പഠിക്കാം, പിണറായി വിജയനും പഠിക്കാം. പിന്നെ കേസ് ഒഴിവാക്കണമെന്ന ഒരു പരാമർശം അങ്ങ് നടത്തിയത് ഒരു കേസും ഒഴിവാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വക്കീലിനെ വെച്ചിട്ടുണ്ട്. കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് തന്നെ പറയാനാണ് താല്പര്യം. ഈ 2-3 കേസുകൾ തീർപ്പാക്കിയത് കുറ്റം ചെയ്തതിൻ്റെ പിഴയടച്ചിട്ടാണ്. ജാമ്യത്തിന് പൈസ കെട്ടിവെച്ചിട്ട് തന്നെയാണ്, അവർ ചോദിച്ച ലക്ഷങ്ങൾ ബോണ്ട് കെട്ടിവെച്ചിട്ട് തന്നെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരാളുടെയും കേസ് ഒഴിവാക്കിയില്ലെങ്കിലും ശക്തമായിട്ട് നിയമ നടപടികൾ നേരിട്ട് തന്നെ പോകുവാനാണ്. ഇനിയായാലും വരുന്ന കേസുകളിൽ നേരിടാൻ തന്നെ തയ്യാറായിട്ടുള്ളവരാണ് വിശ്വാസികൾ. അവർ മനഃപൂർവ്വമായിട്ട് സ്വയം ഏറ്റെടുത്തതാണ്, ആരും പ്രേരിപ്പിച്ചതല്ല, രാഷ്ട്രീയ പ്രേരിതമല്ല. വിശ്വാസത്തിന് വേണ്ടിയിട്ട് നാമജപ പ്രതിഷേധം നടത്തിയവർക്ക് ക്രിമിനൽ കേസുണ്ടെങ്കിൽ അതിന് തക്ക ബോണ്ട് കെട്ടിവെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു കേസിലും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ പറഞ്ഞ് കേസിനെ നേരിടാൻ തന്നെയാണ് താല്പര്യം. ഇനി അങ്ങോട്ട് വരുന്ന നടപടികളാണെങ്കിലും ആചാരത്തിനും വിശ്വാസത്തിനും എതിരെ വരുന്ന ഏത് നീക്കവും അതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യും. അതിനെ ഏത് നീക്കമാണോ ശബരിമല ആചാരത്തിനും വിശ്വാസത്തിനും അനുകൂലമായിട്ട് വരുന്നത് അതിനെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത്. യെസ്, ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്. അതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ഇവിടെ പറഞ്ഞതുപോലെ എരുമേലിയിൽ വിമാനത്താവളമല്ല സാധാരണ അയ്യപ്പ ഭക്തർക്ക് വേണ്ടത്, മറിച്ച് കാലടി ശബരി പാതയാണ്, റെയിൽ പാതയാണ് ആവശ്യം. അതുകൊണ്ട് സർക്കാർ അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനായി ഒരാഗോള അയ്യപ്പ സംഗമം വിളിക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പനെ, ശബരിമലയെ അടുത്തറിയുന്നവരോട് ഒന്ന് സംസാരിച്ചാൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനൊരു പ്രത്യേക അജണ്ടയുണ്ട്. അത് വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, ഹിന്ദുക്കളുടെ വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ വമ്പൻ പ്രൊജക്റ്റുകൾ, ടൂറിസം വികസനം കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വമ്പൻ പ്രൊജക്റ്റുകളും സർക്കാരിൻ്റെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ, ഭക്തർ ഇതൊക്കെ തിരിച്ചറിയുക. ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.